എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവാണ് വലുതെന്ന് കരുതി, ഈ ദുനിയാവാണ് വലുതെന്ന് കരുതി തമ്മാടിത്തരങ്ങൾ ചെയ്തെന്ന് മാത്രമല്ല, ആ തമ്മാടിത്തരങ്ങൾ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ചിട്ട് ഉസ്താദേ ദുനിയാവിനെ പ്രേമിച്ചിട്ട് ആഗ്രഹത്തെ ഒറ്റപ്പെട്ടാലും കുഴപ്പമില്ല, ആഗ്രഹത്തെ പ്രേമിക്കാൻ തയ്യാറല്ല, ഈ നിഴലിനെ പ്രേമിച്ചിട്ട് ആഗ്രഹത്തിൽ കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചു നോക്കുന്ന എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പോലെ നെഞ്ചു വിരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന തെമ്മാടിത്തരമാണ് വലുതെന്ന് പറഞ്ഞ് ആലിമീങ്ങൾ പറഞ്ഞാൽ അവർക്കെതിരെ വിരൽ ചൂണ്ടി ആർഭാടത്തോടെ പറഞ്ഞു നിന്ന ആളുകളുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. വിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകളിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് കഅബാലയത്തിന്റെ മഖാമിലെ ചാരിയിരുന്നിട്ട് തങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരത്തെ വിളിച്ചു പറഞ്ഞിട്ട് നേരെ നോക്കിയിട്ട് എടാ മുഹമ്മദേ ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആരടാ, ഞങ്ങൾ ഇനി ചെയ്യുമടാ എന്ന് പറഞ്ഞിട്ട് വാഹിയാന് ചാടിയിരുന്നിട്ട് ഹബീബായ നബിയുടെ മുമ്പിലേക്ക് നോക്കി പരിഹസിച്ചിട്ട് ഞങ്ങളെ വാത് പറഞ്ഞ് നന്നാക്കാതെ എവിടെ നിന്ന് വന്നടാ, ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ലേ, ഇയാൾ നമ്മളെ നന്നാക്കാൻ വന്നവനാണോ? കഅബാലയത്തിന്റെ മത്താബിലെ നെഞ്ചിൽ വിരിച്ച് ചാടിയിരുന്നിട്ട് ഹബീബായ നബിയുടെ നേരെ നോക്കിയിട്ട് ആരെടാ മുഹമ്മദേ നീ ഞങ്ങളെ നന്നാക്കാൻ പ്രസംഗിക്കുന്നു? വാഹിയാണ് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ ഞാൻ വ്യഭിചരിക്കാൻ വേണ്ടി നടന്നു, ധാരാളം പെണ്ണുങ്ങളുമായി ഞാൻ കിടപ്പുറം കെട്ടിട്ട് ഇന്ന് രാവിലെ വ്യഭിചരിക്കാൻ ഒരു പെണ്ണിനെ തേടി നടന്നിട്ട് ഒരു പെണ്ണിനെ പോലും കിട്ടാതെ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഒരു ദിവസം വ്യഭിചരിക്കാൻ എനിക്ക് ഉറക്കം വരില്ല. അങ്ങനെ നിരാശയോടെ നടന്നു വരുമ്പോ എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടപ്പോ അവളെ പിടിച്ചുകൊണ്ടുപോയി കിടപ്പുറത്ത് ഞാൻ വ്യഭിചരിച്ചെന്ന് കഅബാലയത്തിന്റെ മത്താവിലെ ചാരി നിന്ന് വീരവാദം മുഴക്കിയപ്പോ മറ്റൊരുത്തൻ പറഞ്ഞതെന്നറിയോ, വഴിയരിയിലൂടെ നടന്നു പോകുന്നവനെ പിടിച്ചു നിർത്തിയിട്ട് കരുത്തറത്തിട്ട് മടിശീല പൊട്ടിക്കുന്നവനാണ് ഞാൻ. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചന്തയുടെ പുറഭാഗത്തുള്ള പാറക്കെട്ടിൽ ഊരി പിടിച്ച വീരമായി വാളുമായിട്ട് ഞാൻ കാത്തുനിന്ന് ഒരാളെ പോലും വൈകുന്നേരം വരെ കിട്ടിയില്ല. അവസാന നിരാശയോട് ഇന്നൊരുത്തന്റെ കരുത്തറത്തിട്ട് മടിശീല പൊട്ടിക്കാൻ കഴിയില്ലല്ലോ നോക്ക് നിരാശയോടെ ഇരുന്നപ്പോഴാണ് എന്റെ വാപ്പ അതിലെ കടന്നു വന്നത്. എന്റെ വാപ്പയെ പിടിച്ചു നിർത്തിയിട്ട് എന്റെ വാപ്പയുടെ കരുത്തരത്തിട്ട് എന്റെ വാപ്പയുടെ മടിശീലയിലെ പറഞ്ഞ ഓട്ടിച്ചു കൊണ്ടുപോയി എന്ന് പരസ്പരം വീരമാണം പറഞ്ഞ ചെറുപ്പക്കാരെ അമ്മാന്റെ റസൂലിനെ പരിഹസിച്ചപ്പോ ഞങ്ങൾ ബലമുള്ളവരാണ്, ഞങ്ങൾ ആരോഗ്യമുള്ളവരാണ്, ഞങ്ങൾ പണമുള്ളവരാണ്, നീ ഞങ്ങളെ വാഴ പറഞ്ഞ് നന്നാക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോ ഓ സ്വയക്കാല ചെറുപ്പക്കാരി വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത് ആ ഹബീബായ നബിയുടെ മനസ്സ് കണ്ടപ്പോ ആകാശത്തിൽ നിന്ന് നബി വന്നില്ലേ, നബിയെ അൽഹാകുമുത് തകാബുർ അൽഹാകുമുത് തകാബുർ ഹത്താ സുർതുൽ മകാബിർ കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഓ നബി അവരോട് പറ, കഅബാലയത്തിന്റെ മത്താവിനെ നെഞ്ചിൽ വിരിച്ചിട്ട് ആരാ ഞാൻ ഈ പറയുക, ഭീമാപള്ളി എന്ന അല്ലാഹു അനുഗ്രഹിച്ച ഒരു തീരപ്രദേശത്ത് ജനിച്ചിട്ട് കല്ലിന്റെയും കഞ്ചാവിന്റെയും ചരസിന്റെയും അശ്ലീലത്തിന്റെയും അടിമകളായി ആര് പറഞ്ഞാലും ഞങ്ങൾ നന്നാവില്ല. അറിയാനൻ നജറു ഇലാഹീന ഇദാലൻ നജറു ബിഹി ഇല്ലാഹാന. ആരോട് കൂടെ പറപ്പിനോട് ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് എന്റെ ചെറുപ്പക്കാരാ വീരവാദം മുടക്കുന്നെങ്കിൽ അള്ള ചോദിക്കുകയാണ്, എടാ തെമ്മാടി, എടാ തെമ്മാടി, അൽഹാകുമുത് തകാസുർ ഏത് വരെയാണ് നിന്റെ നെഞ്ചിങ്ങനെ തിരിച്ചു നിൽക്കുക? ഹത്താ സുർതുൽ മകാബിർ, ഈ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്നെ മുഖത്തും മണ്ണ് വാരി ഇടുന്നത് വരെയല്ലേ, അതുവരെ അല്ലാതെ നീ അഹങ്കാരം പോയോ?
ഏതുവരെയാ? പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്നെ മരത്തിൽ കിടത്തിയിട്ട് നിന്റെ സുന്ദരമായ മുഖത്തേക്ക് മണ്ണ് വാരിയിടുമ്പോ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയമ്മേ തണ്ണീരേടും ചേർത്ത് മണ്ണടിനാല് മറമാട് കാബർ ബഹുജോറിലേ, മറമാടും കാബർ ബഹുജോറിലേ. നിന്റെ സുന്ദരമായ മുഖം പള്ളിക്കാട്ടിലെ കബർസ്ഥാനിൽ മറന്നു കിടക്കുമ്പോ ഈ കാണുന്ന പാട്ടിൽ കാണുന്ന ഈ മനുഷ്യന്റെ സുന്ദരമായ മുഖത്തേക്ക് അവൻ മറന്നു കിടന്നാൽ അവന്റെ മുഖത്തേക്ക് വീഴുന്നത് പുഷ്പങ്ങളല്ല. ഇവൻ മറന്നു കിടന്നാൽ അവന്റെ മുഖത്ത് വീഴുന്നത് റീത്തുകളല്ല, കല്ലും മണ്ണുമാണ് നിന്റെ വായിലേക്ക് വന്നടിക്കുന്നത്. ചാത്തമ്മാടി ഏത് വരെയാ നീ ഇത് പറയുക? നിഴല് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഒരു വസ്തുവിന്റെ പ്രതലങ്ങളിൽ സൂര്യപ്രകാശം തട്ടുമ്പോൾ സമാന്തരമായി ഉണ്ടാകുന്ന വസ്തുവിനെയാണ് സാധാരണയായി നാം നിഴല് എന്ന് പറയുക. ഒരു വസ്തുവിന്റെ തന്നെതാണ് അതിന്റെ നിഴൽ, മറ്റൊരു വസ്തുവിന്റെ തന്നെ. നിഴലിന്റെ പ്രത്യേകത, ആരാണോ നിഴലിനെ ശ്രദ്ധിക്കുക ആ സമയത്ത് നിഴലിന്റെ രൂപം മാറും. നിഴലിനെ പിടിക്കാൻ ആരാണോ ശ്രമിക്കുക ആ സമയത്ത് നിഴൽ നമ്മയും കൊണ്ട് ഓടും. ഒരാൾ അവനവന്റെ നിഴലിനെ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് തീരുമാനിച്ചാൽ ലോകാവസാനം വരെ ഈസാ നബിയുടെ 2ാം വരവ് വരെ അവൻ ഓടിയാലും അവന്റെ സ്വയം നിഴലിനെ അവന് പിടിക്കാൻ സാധ്യമല്ല. ജീവിതത്തിൽ എത്രത്തോളം ബഹുകാലം ബഹുദൂരം മുമ്പോട്ട് പോയാലും അവന് പിടിക്കാൻ കഴിയാത്ത ലോകത്ത് ചൊവ്വയിൽ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞേക്കാം. ബഹിരാകാശ ഗോളത്തിന്റെ നക്ഷത്രങ്ങളെ ചിലപ്പോൾ എത്തിപ്പിടിക്കാൻ മനുഷ്യൻ കഴിഞ്ഞേക്കാം, യൂനികകാരന് സാധിച്ചതുപോലെ. പക്ഷേ അവന്റെ തൊട്ടടുത്ത് അവൻ എവിടെയൊക്കെ പോകുന്നു ആ സമയത്തൊക്കെ പിന്തുടരുന്ന അവനവന്റെ നിഴലിനെ, ആ നിഴലിനെ പിന്തുടരാൻ, ആ നിഴലിനെ പിടിക്കാൻ ലോകത്തൊരു മനുഷ്യന് സാധ്യമല്ല എന്ന പരമാർത്ഥം ലോകത്ത് നിലനിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യത്തിന്റെ പ്രതിമയായി ലോകത്തോട് പറഞ്ഞു കൊടുത്ത സാഹിത്യ നായകന്മാരുടെ മുഴുവൻ സാഹിത്യ പ്രതിമാവിലാസ ലോകത്ത് നടത്തിയ, ലോകത്തിന്റെ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥത്തെ സാഹിത്യ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാഹിത്യ സാമ്രാട്ടുകളായി വിലസിയിരുന്ന സാഹിത്യ തമ്പുരാക്കന്മാരുടെ മുമ്പിൽ സാഹിത്യത്തിന്റെ അദ്വിതീയ ഭാവമായി കടന്നുവന്ന് സാഹിത്യ ലോകത്തെ നാണം കെടുത്തിയ, ലോകത്തിന്റെ സാഹിത്യ പുസ്തകത്തെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു കൊടുത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലാൻ കഴിയുന്ന പ്രധാനപ്പെട്ട മൊഴിയിലോ സാഹിത്യത്തിലോ വെല്ലാൻ കഴിയുന്ന ഒരു സാഹിത്യ നായകൻ ലോക ചരിത്രത്തിൽ ഇന്നേവരെ കടന്നു വന്നിട്ടില്ല. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ വാഗ്വൈഭവത്തെയും വിലാസത്തെയും ലോകത്തിന് സമ്മാനിച്ച ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവിടുത്തെ റിസാലത്തിന്റെ കള്ളം പറയാത്ത നാവ് കൊണ്ട് പ്രവാചകൻ നിഴലിനോട് ഉപമിച്ചത് രണ്ട് കാര്യങ്ങളെയാണ്. ഞാൻ ആമുഖങ്ങളൊന്നുമില്ലാതെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ നൈമിഷികതയെ മനസ്സിലാക്കി തരാൻ രണ്ട് കാര്യങ്ങളെയാണ് അല്ലാഹുവിന്റെ റസൂൽ നിഴലിനോട് ഉപമിച്ചത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ നാവ് കൊണ്ട് ഉപമിച്ച രണ്ട് കാര്യങ്ങൾ, അത് നിഴലാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിഴലിനെ നിങ്ങൾ പ്രണയിക്കാൻ പാടില്ല, ആ നിഴലിനെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ സ്നേഹിക്കാൻ പാടില്ല. ആദ്യം തന്നെ നിഴലിനെ മനസ്സിലാക്കണം. ഒരിക്കലും നമ്മുടെ കൈപ്പിടിയിൽ നിൽക്കുകയില്ല. അതിനെ പിടിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മളെ കബളിപ്പിച്ചു കൊണ്ട് ഓടുകയും ചെയ്യും. ഇതാണ് നിഴൽ. അതുകൊണ്ട് ആദ്യം നിഴൽ എന്താന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ റിസാലത്തിന്റെ നാവ് കണ്ടല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി നിഴലിനോട് ഉപമിച്ചത്. ഹബീബായ നബി പറഞ്ഞു, ഇന്ന ദുനിയാ വിൽനസാഇൽ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ദുനിയാ വിൽനസാഇൽ. ഈ ഭൗതിക ലോകം നീങ്ങി പോകുന്ന നിഴലാണ്, ആരുടെ കൈപ്പിടിയിലും ഒതുങ്ങി നിൽക്കാത്ത നിഴലാണ് ഈ ദുനിയാവെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
കാലത്തിലെയും ചരിത്രാതീത കാലത്തിലെയും ചരിത്രത്തിന് ശേഷമുള്ള കാലത്തിലെയും ഏറ്റവും വലിയ ദരിദ്രന്റെ കൊട്ടാരത്തിൽ കിടന്നുറങ്ങിയ ലോകത്തിന്റെ രാജാവിന്റെ ഉറക്കറയിൽ സമയത്ത് ആ ലോകത്തിന്റെ രാജാവ് ഒന്ന് കടന്നു വന്നിട്ട് ഈത്തപ്പനമരത്തിന്റെ ഓലയിൽ കിടക്കുന്നത് കാണുമ്പോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ ദാരിദ്ര്യം സഹിക്കാൻ കഴിയാതെ തന്റെ പ്രിയപ്പെട്ട രാജാവ് ഒന്ന് തന്റെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് വിശപ്പ് സഹിക്കാൻ കഴിയാതെ കിടക്കുന്നത് കാണുമ്പോ ആ രാജാവിന്റെ രാജപത്നി പദമനുഗ്രഹിച്ച പ്രിയപ്പെട്ട ഭാര്യ വന്ന് കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് വന്നിരുന്ന് ഉൾക്കൊണ്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഒട്ടിക്കിടക്കുന്ന വയറിലേക്ക് തടകി കൊടുക്കുമ്പോ തന്റെ കണ്ണു പിടിച്ചെഴുന്നേറ്റുന്ന പ്രിയപ്പെട്ട ഭർത്താവ് പാതിരാ സമയം തുറക്കം വരാറ് പട്ടിണി കിടന്ന് ഒട്ടിപ്പോടെ തന്റെ വയറിലെ സ്നേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് തലോടിയ ഭാര്യയുടെ കണ്ണുനീരിന്റെ മുമ്പിൽ യാ റസൂലല്ലാഹ് പ്രിയപ്പെട്ട തിരുദൂതരെ അല്ലാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമയായ ഈത്തപ്പനമരത്തിന്റെ ഓല വിരിച്ചിട്ട് ഈ മണൽത്തരിയുടെ മുകളിൽ കിടക്കുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല തിരുദൂതരെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞത് പ്രിയപ്പെട്ട സഹാബിയല്ല, അവിടുത്തെ റിസാലത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിരംഭണത്തിൽ കിടന്നുറങ്ങിയ പ്രിയപ്പെട്ട സഹധർമ്മിണി ആവരാടി പറയുമ്പോ ആ സമയത്ത് മദീന നഗരം മുഴുവനും ഉറക്കത്തിൽ കിടക്കുമ്പോ പൊട്ടിക്കരയുന്ന ഭാര്യയുടെ കയ്യിലേക്ക് തന്റെ റിസാലത്തിന്റെ കരങ്ങൾ ചേർത്ത് വെച്ചിട്ട് ആയിഷ കരയുന്നതെന്തിനാ? ഈ ഭൗതിക ലോകത്തിന്റെ സുഖത്തിന്റെ ബുദ്ധിമുട്ട് കാണുമ്പോ, ഭൗതിക ലോകത്തിന്റെ ദുനിയാവിന്റെ കട്ടപ്പാട് കാണുമ്പോ നീ എന്തിനാ കണ്ണുകളിൽ കണ്ണുനീര് വീഴുന്നതെന്തിനാ? ഇന്നമാനവ ദുനിയാ കറാക്കിബിൻ ഇസ്തവല്ല തഹത ശജറത്തിൽ തുമ്മറാഹ തറകാ. ഇത് നടക്കുന്നത് ഏതെങ്കിലും പ്രഭാഷണ മധ്യേയല്ല. സാഹിത്യം പറയാറുണ്ട്. എപ്പോഴെന്നറിയ ആൾക്കൂട്ടത്തെ കാണുമ്പോ ആ സാഹിത്യത്തിന്റെ വാക്കുവിലാസവും ഉപമയും വരുന്നത് ഒരു പ്രവാസകനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രഭാഷണത്തിന്റെ മധ്യത്തില മാർട്ടിൻ ലൂതർ കിങ് ലോക ചരിത്രത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പോലും വിസ്മയിപ്പിച്ച വാക്ക് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും ഒരു പ്രഭാഷണത്തിന്റെ നടുവില ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ടെന്ന് പറഞ്ഞ് ലൂതർ കിങ് പറഞ്ഞ ഉപമ ഒരു വലിയ പ്രഭാഷണ മധ്യത്തിലാണ് നടക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ഉപമ പറയുന്നത് ഏറ്റവും ഒരു സാഹിത്യം പറയുന്നത് പ്രഭാഷണത്തിന്റെ നടുവിലല്ല, പതിനായിരക്കണക്കിന് അനുയായികളുടെ ആരവത്തിന്റെ നടുവിലല്ല. പാതിരാ സമയത്ത് തന്നെ അയൽപക്കക്കാർ മുഴുവൻ സുഖമായിട്ട് കിടന്നിറങ്ങുമ്പോ പട്ടിണി കാലത്താൽ ഉറക്കം വരാറ് ഈത്തപ്പനമരത്തിന്റെ ഓലയിൽ കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കട്ടപ്പാടെടുത്തിട്ട് പാതിരാ സമയത്ത് പൊട്ടിക്കരയുന്ന ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കിടന്നിറങ്ങുമ്പോ ഭാര്യയുടെ കരസ്പർശനമേ തുടക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പറഞ്ഞ വാക്കാടിയത് ആയിഷ പ്രിയപ്പെട്ട സഹധർമ്മിണി കരയുന്നതെന്തിനാ? ഈ ഭൗതിക ലോകത്തിന് ജീവിച്ചിരിക്കുമ്പോ ഇന്നമാനവ ദുനിയാ കറാകിബിൽ ഇസ്തലല്ല തഹത ശജറത്തിൽ തുമ്മറാഹ തറകാ. ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എങ്ങനെയെന്നറിയോ? വളരെ വിശാലമായ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വരുമ്പോ സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാതെ ഈ മരുഭൂമിയുടെ ഇടയെ കാണുന്ന വൃക്ഷത്തിന്റെ തണലില് ഒരല്പനേരം തണല് കൊണ്ട് ക്ഷീണം മാറുമ്പോ ആ വൃക്ഷത്തണൽ ഉപേക്ഷിച്ചിട്ട് നടന്നു പോകുന്ന യാത്രികനെ പോലെയാണ് ഞാൻ. ഇത് സഭാവില്ലു എപ്പോഴാണോ തണല് മാറുന്നത് ആ സമയത്ത് യാത്ര തുടരുന്ന വഴിയാത്രക്കാരനെ പോലെയാണ്. അതുകൊണ്ട് വഴിയരികിൽ കിടക്കുന്ന വഴിയാത്രക്കാരനെ പോലെയാ ഈ ദുനിയാവിലെ എന്റെ ജീവിതമെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തിട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭാര്യയോട് മാത്രമല്ല അവരുടെ അനുയായികളോട് പറഞ്ഞു, ഇന്ന ദുനിയാ ലില്ലദായ, ഈ ദുനിയാവ് നീങ്ങിപ്പോകുന്നതാണ്. ഏത് സമയത്തും സ്വന്തം നിഴലിനെ പിടിക്കാൻ പോകുമ്പോ ആ നിഴലിനെ നിന്നെ മോഹിച്ചുകൊണ്ട് പാതു പോകുന്നത് പോലെ നിന്റെ കൈവെള്ളയിൽ ഒതുങ്ങുന്നതല്ല ഈ ദുനിയാവ്. അത് നിഴലാണ്. ആ നിഴലിനെ പ്രണയിക്കരുത്, എന്നെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആരാണോ ദുനിയാവെന്ന കാമുകയെ ശരീരത്തോട് കെട്ടിപ്പിടിക്കുന്നത്, ആരാണോ ഈ പ്രണയിയെ പ്രണയിക്കുന്നത്, ആരാണോ ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു സുന്ദരിയായ പെണ്ണിനെ പോലെയാ. ഇന്ന ദുനിയാ ഹുർവത്തുൻ ഹലറാ, ഈ ദുനിയാവ് ഒരു സുന്ദരിയാണ്, ഈ ദുനിയാവ് ഒരു പെണ്ണാണ്.
പെണ്ണാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഹൃദയത്തിന്റെ ഉള്ളിലെ പ്രണയിനിയാണെന്നറിയോ? അത് ഈ പഞ്ചദുനിയാവാണ്. അതുകൊണ്ടല്ലേ മേറാദിന്റെ യാത്ര പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീലിന്റെ കൂടെ നടക്കുമ്പോ ഹബീബായ നബിയെ ഒരു സുന്ദരി പെണ്ണ് കയ്യാട്ടി വിളിച്ചു സ്വർഗ്ഗത്തിന്റെ മുമ്പിൽ. ഭീമാപ്പള്ളിയിലല്ല, വള്ളക്കടവിലല്ല, കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലെ 4 മണിക്കല്ല, മേറാദിന്റെ യാത്ര പോകുമ്പോ മൗലായ സല്ലി വസല്ലം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പോരാ നാമസംഗത്തിൽ എന്റെ വഴിക്കു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിനെ നിഴലിനെ പ്രണയിക്കരുത്. നിഴലെന്ന് പറഞ്ഞാൽ എന്താ? നിഴല് ദുനിയാവ്. ദുനിയാവിനെ പ്രണയിക്കരുത്. യഥാർത്ഥത്തിൽ ഒരു പ്രണയം ഉണ്ടാകണമെങ്കിൽ ആ പ്രണയിനിക്ക് ഒരല്പ സൗന്ദര്യം പുറകിലും വന്നു ഉണ്ടായിരിക്കാൻ പറയും. അപ്പൊ അത് കേൾക്കുന്നില്ല, കുഴപ്പമില്ല. പള്ളിയുടെ അങ്ങേയറ്റത്ത് നല്ല വിശാലമായ മണപ്പുറം അവിടെ നോക്കാൻ പറഞ്ഞു കേൾക്കുന്നവരുമുണ്ട്. കാരണം ഈ വലത്തെ ചെരിയൊന്നും സംസാരിച്ച് എന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നാട്ടുവർത്താനം പറയാൻ സമയത്ത് കിട്ടണ 2 മണിക്കൂർ അത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കും. അപ്പൊ പ്രണയിക്കണമെങ്കിൽ ഒരൽപ്പം സൗന്ദര്യം വേണം. വേണമെന്നില്ല, സൗന്ദര്യം ഇല്ലാത്തതിനെ പ്രണയിക്കും, അത് വേറെ കാര്യം. കരുനാഗപ്പള്ളിക്കാരി റഷീദ എന്ന് പറയുന്ന 45 വയസ്സുകാരി കാമുകന്റെ കൂടെ 3 മക്കളെയും വിട്ടിട്ട് ഒളിച്ചോടി. അവളെ മലപ്പുറത്താണ് കണ്ണൂരെ വെച്ച് കൊട്ടേഷൻ സംഘം കൊടുത്തിട്ടാണ് നമ്മുടെ സലിം രാജ് പിടിക്കാൻ പോയത്. അവിടെ വെച്ചാണ് അയാൾ കുടുങ്ങിയത്. ആ പെണ്ണിന്റെ ഒരു ചിത്രം കോടതിയിൽ കയറുമ്പോ ഈ പെണ്ണിന്റെ ഒരു ചിത്രം മലയാള മനോരമയാണെന്ന് തോന്നുന്നു. 45 വയസ്സുള്ള 3 മക്കളുള്ള റഷീദ എന്ന കരുനാഗപ്പള്ളിക്കാരി തന്റെ വീട്ടിൽ സിമന്റ് പൂശാമെന്ന വേലന്റെ കൂടെ ഒളിച്ചോടി. അതിനകത്ത് വർഗീയതൊന്നുമില്ല, ഒളിച്ചോട്ടത്തിന് എന്ത് മതം. അപ്പൊ ആ പെണ്ണിനെ 3 മക്കൾ ഉപേക്ഷിച്ചിട്ട് ആ പെണ്ണ് ഭർത്താവിന് 40 ലക്ഷം രൂപയും 80 പവൻ സ്വർണവുമായിട്ട് പോകണമെങ്കിൽ ഞാൻ വിചാരിച്ചു സിമന്റ് പൂശാമെന്ന മേശിരി ഒന്നുകിൽ സുന്ദരനായിരിക്കും, അല്ലെങ്കിൽ ഇവൾ സുന്ദരിയായിരിക്കും. പക്ഷെ ആ പെണ്ണ് 45 വയസ്സുകാരി കോടതിയിൽ വന്നപ്പോ അവളുടെ ഫോട്ടോ മലയാള മനോരമയുടെ ഒരു പത്രത്തിൽ ഞാൻ കണ്ടു. ആദ്യം എനിക്കൊരു ഫോട്ടോയാന്ന് മനസ്സിലായില്ല, പെണ്ണാന്ന് മനസ്സിലായില്ല. ഞാൻ അവിടെ നോക്കി റോഡ് ക്ലോസ്ഡ് എന്നെങ്ങാനും ഒരു പരസ്യം ഉണ്ടോ. കാരണം എനിക്ക് തോന്നിയത് അതൊരു ടാറിന്റെ വീപ്പ കമന്തി വെച്ചാണ്. പിന്നെ ഞാൻ നോക്കി റോഡ് ക്ലോസ് എന്നോ അല്ലെങ്കിൽ ടേക്കിഡ് വേസ്റ്റ് എന്നെങ്ങാനൊന്ന് കാണും എന്ന്. അല്ല, ആ പെണ്ണിന്റെ ഫോട്ടോയാണ്. അപ്പോ പ്രണയിക്കണമെങ്കിൽ അതിന് സൗന്ദര്യം ഒരു മാനദണ്ഡമല്ല. പക്ഷെ സ്വാഭാവികമായും അങ്ങനെ ഒരു മാനദണ്ഡമുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുനിയാവ് ഒരു അടിപൊളി പെണ്ണാണ്. ഈ ദുനിയാവ് ഒരു അടിപൊളി സുന്ദരി. അടിപൊളി സുന്ദരി എന്ന് പറഞ്ഞാൽ ആരാ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മേറാജിന്റെ യാത്ര പോകുമ്പോ 7 ആകാശങ്ങളും താണ്ടിക്കടന്ന് 7 ആകാശങ്ങളും താണ്ടിക്കടന്ന് 7 ആകാശങ്ങളും നീണ്ട് 7 ആകാശങ്ങളും നീന്തിക്കടന്ന് ഹബീബായ നബി തങ്ങൾ സ്വർഗ്ഗത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ ആ സ്വർഗ്ഗത്തിന്റെ മുമ്പിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ഒരു സുന്ദരി പെണ്ണ് മാറി വിളിച്ചുടത്രേ. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ആ നിൽക്കുന്ന പെണ്ണാരാ? നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നബിയേ, ആ സുന്ദരിയായ നമ്മോടെ പോലെ അണിഞ്ഞറിയിൽ നിൽക്കുന്ന സുന്ദരിയാരെന്നറിയോ? ജിബ്രീലിനോട് ചോദിച്ചു, ആ സുന്ദരിയാരാ? ജിബ്രീൽ പറയാരെന്നറിയോ? നബിയേ, ആ സ്വർഗ്ഗത്തിന്റെ മുമ്പിൽ മാടി വിളിച്ചതാരാ? സരിതയല്ല, അതാരെന്നറിയോ? ഹാദിഹി ദുനിയാ, ഇത് ദുനിയാവാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു.
അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് ഏത് ചെറുപ്പക്കാരനെ മോഹിക്കാൻ കഴിയുന്ന, ഏത് ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ഇളക്കാൻ കഴിയുന്ന, എത്ര വലിയ ഹജ്ജ് ചെയ്തവന്റെ മനസ്സിനെയും ഇളക്കാൻ കഴിയുന്ന, ഏത് വലിയ കുത്തുബിന്റെ കിതാബിന്റെയും, ഏത് വലിയ ഹാഫിദിന്റെയും, ഏത് വലിയ പ്രവാസകന്റെയും മനസ്സിനെ ഇളക്കാൻ കഴിയുന്ന മാതകത്തിടമ്പായ മനോഹാരിയെ പോലെയാണ് ഈ ദുനിയാവ് നിങ്ങളുടെ മുമ്പിൽ അണിഞ്ഞു നിൽക്കുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഘോഷണം മുടങ്ങി സഹാബ, ഈ സുന്ദരി പെണ്ണായ ദുനിയാവിന്, ഈ നിലവിനെ നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഈ നിലവിനെ പ്രണയിച്ചാൽ അവന്റെ ആഖിറം ഏറ്റവും വലിയ ദുഷ്കരമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആരാണോ ഈ പെണ്ണിനെ മോഹിക്കുന്നത്, ആരാണോ ദുനിയാവിനെ പ്രണയിക്കുന്നത്, അവൻ ആഖിറത്തിൽ കട്ടപ്പെടേണ്ടി വരും. അവന്റെ ഹിസാബ് ശരിയാവില്ല, അവന്റെ മീസാൻ എളുപ്പമാവുകയില്ല, അവന്റെ സിറാത്ത് എന്ന പാലം അവൻ കടക്കുകയില്ല, അവന്റെ നന്മകളുടെ ത്രാസുകള്, അവന്റെ നന്മയുടെ ത്രാസുകളിൽ ഭാരം കിട്ടുകയില്ല. ആരാണോ ദുനിയാവിനെ പ്രണയിക്കുന്നത്, ആരാണോ ഈ കാമുകയെ പ്രണയിക്കുന്നത്, അവന്റെ ആഖിറത്തിൽ അവൻ കട്ടപ്പെടേണ്ടി വരും. മറിച്ച് ആരാണോ ആഖിറത്തെ പ്രണയിക്കുന്നത്, ആരാണോ ആഖിറത്തെ പ്രണയിക്കുന്നത്, അവന്റെ ദുനിയാവിന്റെ കട്ടപ്പാട് നടന്നതായിരിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. രണ്ട് പ്രണയികളെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ആര് ദുനിയാവിനെ പ്രണയിച്ചോ അവന്റെ ആഖിറം കെട്ടപ്പാടിലാണ്. ആര് ആഖിറത്തെ പ്രണയിച്ചോ, ആര് ആഖിറത്തെ പ്രണയിച്ചോ അവന്റെ ദുനിയാവ് കെട്ടപ്പാടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ പ്രഭാഷണം കേൾക്കാൻ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനത്തെ പള്ളിയുടെ മിമ്പറിന്റെ ചുവട്ടിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നിങ്ങളെ തെരഞ്ഞെടുത്തുകൊള്ളുക, നിങ്ങളെ തെരഞ്ഞെടുത്തുകൊള്ളുക. നാളെ രാവിലെ ഉറക്കമെഴുന്നേൽക്കുമ്പോ നിങ്ങളുടെ മുമ്പിൽ നശിച്ചു കിടക്കുന്ന സാധനത്തെ വിട്ടിട്ട് ഒരിക്കലും നശിക്കാത്ത സുഗരസങ്ങളുടെ കരവറയെ നിങ്ങളെ തെരഞ്ഞെടുത്തുകൊള്ളുക. ആഖിറത്തെ നിങ്ങൾ പ്രണയിച്ചുകൊള്ളുക. നിഴലിനെ നിങ്ങൾ പ്രണയിക്കരുതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ദുനിയാവിനെ സ്നേഹിച്ചാൽ ആഖിറം കെട്ടപ്പാടാണ്. ആഖിറത്തെ സ്നേഹിച്ചാൽ ദുനിയാവ് കെട്ടപ്പാടാ. ആഖിറത്തെ സ്നേഹിച്ചാൽ ദുനിയാവ് കെട്ടപ്പാടാ. നമ്മളല്ലേ ദുനിയാവിനെ സ്നേഹിച്ചവർ, ആഖിറത്തിലെ നമുക്ക് കെട്ടപ്പാടുന്നത്. അല്ലാഹുവിന്റെ ആഖിറത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് അവർക്ക് ദുനിയാവ് കെട്ടപ്പാടായത്. ആർക്കെന്നറിയോ, ആർക്കെന്നറിയോ? അമേരിക്കയുടെ പീരങ്കിയുടെ മുമ്പിൽ നെഞ്ചു വിരിച്ചു കൊടുത്ത ഫലസ്തീനിലെ പ്രിയപ്പെട്ട പോരാളികൾക്ക് ഈ ദുനിയാവ് കെട്ടപ്പാടില്ലാതായത്, തലചായ്ക്കാരന് കടപ്പാടമില്ലാതായത്, അവരുടെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടു പോയത്, ഫലസ്തീനിന്റെ തിരുവോരങ്ങള് പ്രിയപ്പെട്ട മാതാപിതാക്കളെ മയ്യത്ത് പിടിച്ചിട്ട് എനിക്കിനി ആരാണ് ഉപ്പയെ തരുന്നതെന്ന് തോന്നിക്കുന്ന ഈ ഫലസ്തീനിലെ യതീമക്കൾക്ക് അവർക്ക് ദുനിയാവിലെ കെട്ടപ്പാടുള്ളൂ. അവർക്ക് വാപ്പയില്ല, അവർക്ക് ഉമ്മയില്ല, അവർക്ക് ജീവിതത്തിലെ സഹോദരങ്ങളില്ല. പക്ഷേ അവർക്ക് ആഖിറത്തിൽ ചൊല്ലുമ്പോ അവർ ആഖിറത്തെ പ്രണയിച്ചവരാ. എത്രയോ പ്രാവശ്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബൈത്തുൽ മുഖദ്ദസിന്റെ മുമ്പിൽ നിന്നിട്ട് ചൂടപ്പട്ടാളക്കാരുടെ AK-47 തോക്കിന്റെ മുമ്പിൽ യാതൊരുവിധ പേടിയില്ലാതെ ഫുട്ബോൾ തട്ടുന്ന ഫലസ്തീനിലെ 12 വയസ്സുകാരൻ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ഞാനാ ചോദിച്ചത്, മോനെ നിന്റെ വാപ്പയുടെ? അവൻ ആകാശത്തേക്ക് കൈകൾ എത്തിയിട്ട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ലാ. എന്റെ വാപ്പ, എന്റെ വാപ്പ ഇസ്രായേൽ കൊന്നല്ല, എന്റെ വാപ്പ അമേരിക്ക കൊന്നല്ല, എന്റെ വാപ്പ പണച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് പോയി. മോനെ നിന്റെ ആഗ്രഹം എന്താ? എന്റെ വാപ്പയുടെ കൂടെ എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം. കാരണം ദുനിയാവിൽ അവർക്ക് കെട്ടപ്പാടുള്ളൂ. അവരാഗ്രഹിച്ചത് സ്വർഗത്തെയാണ്. എന്തിനാണ്
നമ്മൾ കരയുന്നതെന്തിനാ? സ്വന്തം പിതാവിന്റെ പുറകിൽ സ്കൂട്ടർ കയറിയിട്ട് പുറകിൽ നിന്ന് കൊണ്ടുപോകുന്ന 12 വയസ്സുകാരിയെ സ്കൂട്ടറിൽ നിന്ന് പിടിച്ചിറക്കി 14 പേര് കൂട്ടം കൂട്ടമായി മാനവങ്ങന്തേട് മുസഫർ നഗറിലെ പാവപ്പെട്ട 12 വയസ്സുകാരിയെ വലിച്ചെറിയുമ്പോ അവർക്ക് ദുനിയാവിലെ കട്ടപ്പാടുള്ളൂ, അവർക്ക് നാളെ ആഖിറത്തിലെ കട്ടപ്പാടില്ല. കാരണം അവരാരും നിലവിലെ പ്രവഹിച്ചവരല്ല. ഇന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അമേരിക്കയിലെ ഏകാധിപത്യ സിംഹാസനത്തിന് മുമ്പ് ഈജിപ്തിലെ പാവപ്പെട്ട നിരപരാധികളെ കൊന്നു നടന്ന അബ്ദുറഹ്മാൻ സിസി എന്ന ഏകാധിപതിയുടെ തോക്കിന്റെ കുടല് 7 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ നേരെ വിമാനവേദ പീരങ്കികൾ കൊണ്ട് വെടിവെക്കുമ്പോ കൊല ചെയ്യപ്പെട്ട പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഈ ഈജിപ്തിലെ റാബിയ സ്ക്വയറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ റാബിയ സ്ക്വയർ മുസ്ലിം മുബാറക്കിന്റെ കിരാതവർണ്ണത്തിന്റെ പ്രേതാത്മാക്കൾ കൊല ചെയ്ത കൊച്ചു മക്കളുടെ ചിത്രത്തിന്റെ നാളെ എഴുതി വെച്ചിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ വരുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈജിപ്തിൽ പോയാൽ വെടിയുണ്ടേറ്റ് പിടന്ന് വീണ പാവപ്പെട്ട നിരപരാധികളായ കൊച്ചുമക്കളെ ചിത്രത്തിന്റെ നാളിൽ ഖുർആനായി എഴുതി വെച്ചിട്ടുണ്ട്. നാളെ ആഖിറത്തിൽ വരുമ്പോ ഇവിടെയല്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ കഴിവൂ? നാളെ ആഖിറത്തിൽ വരുമ്പോ അല്ലാഹു ചോദിക്കും ഈ മക്കളോട്, മക്കളെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ പിഞ്ചുബാല്യങ്ങളെ കൊന്നരിഞ്ഞിട്ടുണ്ട്? റബ്ബ് ചോദിക്കുമെന്ന് ആയത്തിപ്പോഴും ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ ഫോട്ടോയുടെ താഴെ വെച്ചിട്ടുണ്ട്. കാരണം എന്താ? ആഖിറത്തെ സ്നേഹിക്കുന്നവന് ദുനിയാവിലെ കട്ടപ്പാടാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അവരെ ഓർത്ത് കരയും, അവരാഖിറത്തിൽ ഇരുന്ന് ചിരിക്കും. കാരണം എന്താ? ആഖിറത്തെ സ്നേഹിക്കുന്നവന് ദുനിയാവ് കഷ്ടപ്പാടാണ്, നിഴലിനെ പ്രണയിക്കുന്നവന് ആഖിറ കഷ്ടപ്പാടാണ്. ഇത് പേര് വേണം, ഏതാ വേണ്ടേ? ആഖിറത്തെ സ്നേഹിച്ചിട്ട് ദുനിയാവിൽ കഷ്ടപ്പാട് സഹിക്കണോ? നിഴലിനെ പ്രണയിച്ചിട്ട് ആഖിറത്തിൽ കഷ്ടപ്പാട് സഹിക്കണം? ഏതാ വേണ്ട? പറഞ്ഞു കുഴഞ്ഞു. ഇതിപ്പോ കുഴഞ്ഞു. കാരണം എന്താ? ഇത് പേര് പറഞ്ഞാലും കുഴയും. നിങ്ങളുടെ തീരുമാനം എന്താ? നിഴലിനെ പ്രണയിച്ചിട്ട് ആഖിറം കഷ്ടപ്പാടിലാവണോ, അതല്ല ആഖിറത്തെ സ്നേഹിച്ചിട്ട്? ഇവിടെ 2 കമ്പാരിസൺ ഉണ്ട്. ഒന്ന് ആഖിറത്തെ പ്രണയിച്ചവർ, ഇത് നീങ്ങിപ്പോകുന്ന നിഴലിനെ, നീങ്ങാത്ത നിഴല്. അത് ഞാൻ പറയും ഇൻഷാ അല്ലാഹ് ഫീ നൗൽ ഖുർആൻ. അല്ലാഹു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ഓറക്കെ അല്ലാഹു നമ്മളങ്ങനെ ആക്കി തരട്ടെ. അല്ലാഹു ആക്കി തരട്ടെ. 2 മണിക്കൂർ നിങ്ങളും ഞാനും മെനക്കെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കുറെ കഥകളും ഒക്കെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ആ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം എടുത്ത് വെച്ചിട്ട് ഒന്നിച്ചുകൊണ്ടോ നന്നായി. ഇടയിൽ പേപ്പർ വന്നാൽ ഞാൻ വായിക്കും, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മറന്നു. അപ്പൊ എല്ലാവരും പ്രണയത്തെ കുറിച്ച് പറയുമ്പോ പ്രണയം നടന്നു. എന്താ പറഞ്ഞു? രണ്ട് ചോയ്സാണ് നമ്മുടെ മുമ്പിൽ. ഒന്ന്, ദുനിയാവിൽ കഷ്ടപ്പെടുക, ആഖിറത്തെ സ്നേഹിക്കുക. അല്ലെങ്കിൽ ആഖിറത്തിൽ ദുനിയാവിനെ സ്നേഹിക്കുക, നിഴലിനെ പ്രണയിക്കുക, ആഖിറത്തിൽ കഷ്ടപ്പെടുക. യഥാർത്ഥത്തിൽ ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ചോയ്സ്. അള്ളാഹു ഏറ്റവും മെച്ചമായത് തിരഞ്ഞെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം. അള്ളാഹു ഏറ്റവും മെച്ചമായത് തിരഞ്ഞെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. ആഖിറത്തിനെ സ്നേഹിച്ച ആളുകൾ അവരാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദ് രണാങ്കണത്തിലെ സഹാബത്ത് മുഴുവൻ ചിതറിത്തുരുക്കുമ്പോ നാല് ഭാഗത്തേക്കും അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടിട്ട് സഹാബത്തുകൾ മുഴുവൻ ചിതറിത്തെറിച്ചു പോകുമ്പോ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വദല്ല അർളു വസ്സമാവാതു വഇദതൽ മുത്തഖീൻ അല്ലാഹുവിന്റെ വിശാലമായ സ്വർഗ്ഗത്തിലേക്ക് ഓടി വരിക ആകാശഭൂമികളേക്കാൾ വിശാലമായ ദുനിയാവിലേക്ക് നിങ്ങൾ ഓടി വരിക എന്നല്ലാഹുവിന്റെ റസൂലിന്റെ ആയത്ത് ഓതുമ്പോ ആ സമയത്താണ് ഉമയ്യ ഇബ്നു ഹമാമ റളിയല്ലാഹു അൻഹു ഒരു ഈത്തപ്പഴം തിന്നുകൊണ്ടിരിക്കുന്നത് ആ ഈത്തപ്പഴത്തിന്റെ പകുതി തന്നെ അണ്ണാക്കിലേക്ക് ഇറങ്ങി പോകുമ്പോ ആ സമയത്താണ് നബിയോട് ചോദിച്ചത് നബിയേ അജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർളു യാ റസൂലല്ലാഹ് ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗ്ഗമോ നബിയേ അതേ ഉമൈറേ നീ കാണാത്ത സ്വർഗ്ഗത്തിന് ആകാശഭൂമികളേക്കാൾ വിശാലതയുണ്ട് ഉമൈറേ എവിടെയാണ് കുതിര കുളമ്പടിയുടെ ധ്വജത്തിന്റെ ഏറ്റവും വലിയ കുളമ്പടി ശബ്ദം കേൾക്കുന്ന പണപ്പറമ്പിലാണ് ചോദ്യം വരുന്നത് പള്ളിയുടെ മെഹ്റാബിലല്ല ഇത്തിക്കാഫിൽ ഇരിക്കുമ്പോഴല്ല ദിക്റിന്റെ മജ്‌ലിസിലല്ല വാൽപരപ്പുകൾ അന്തരീക്ഷത്തിൽ ആഞ്ഞു വെട്ടുന്ന പല പറപ്പിലാണ് ചോദ്യം വരുന്നത് സേനാനായകൻ പറയുന്നു സ്വർഗ്ഗത്തിന് ആകാശഭൂമികളുടെ വിശാലതയുണ്ട് ഉണ്ടോ നബിയേ ഉണ്ട് മേരെ യാ റസൂലല്ലാഹ് അത് മതി നബിയേ എന്ന് പറഞ്ഞിട്ട് തന്റെ വായിൽ കിടക്കുന്ന പകുതി നിന്ന കാരക്ക കയ്യിലെടുത്തിട്ട് ആ കാരക്ക വലിച്ചു വെളിയിലേക്ക് എറിഞ്ഞിട്ട് അരപ്പട്ടയിലെ കിടക്കുന്ന മൂർച്ചയുള്ള വാളെടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു മേരെ എന്തിനാണ് ഈ പകുതി തപസ്സന എടുത്ത് കളഞ്ഞത് അതും കൂടി ചുണ്ടിട്ട് പോലെ ഉമൈറേ വേണ്ട നബിയേ വേണ്ട നബിയേ ആ പകുതി തപ്പണം തിന്നുന്ന സമയം അതൊരു വലിയ ദൈർഘ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു നബിയേ ആ സമയം കൂടി ദുനിയാവിൽ നിന്നാൽ ആഖിറത്തിലേക്ക് എനിക്ക് അത്രയും സമയം പിന്നേണ്ടി വരില്ലയാ റസൂലല്ലാഹ് അതുകൊണ്ട് നബിയേ വായിൽ വെച്ച പകുതി തപ്പണം വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ പ്രണയിച്ചവർ അവരാണ് وألقوا ما يليق به رحيبا ومدوا لها سرقا وغربا وهذا البحر واغتنكوا هيبا അല്ലാഹുവിന്റെ പേരിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവരുടെ കുതിരകളുമായി കടലിലോട്ട് എടുത്ത് ചാടി അല്ലാഹുവിന്റെ ആഗ്രഹത്തെ പ്രണയിച്ച ആളുകൾ അവരാണ് ലോകത്തോട് പറഞ്ഞു കൊടുത്തത് ഈ ദുനിയാ അകല്ലു മിനൽ കലീ വാശിഖുഹാ അകല്ലു മിനൽ ദലീൽ ആഖിറത്തെ പ്രണയിച്ചവർ നിങ്ങൾ നോക്ക് മനുഷ്യന്മാരെ പകുതി ഈത്തപ്പഴം തിന്നു മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലാവൂല കാരണം എന്താ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു തന്നെ കുതിര വലിയ ജീവിയാണ് പക്ഷെ ചെവി ചെറുതാണ് കഴുത ചെറിയ ജീവിയാണ് ചെവി വലുതാണ് പക്ഷെ കഴുത മഹാമണ്ഡലമാണ് കുതിര വലിയ ജീവിയാണ് കുതിരയുടെ ചെവി ചെറുതാണ് കഴുത കുതിരയെ അപേക്ഷിച്ച് ഇവിടുത്തെ കഴുത വലുതാണ് മനുഷ്യന്മാരാണ് കുതിരയെ അപേക്ഷിച്ചിട്ട് കഴുത ചെറുതാണ് പക്ഷെ അതിന്റെ ചെവി ഇത്രയുണ്ട് കുതിര ഏറ്റവും ബുദ്ധിമാനായ ജീവിയാണ് കുതിര والعاديات ضبحا فالموريات قدحا فالمغيرات صبحا തന്റെ യജമാനനെയും പുറത്തു വഹിച്ചുകൊണ്ട് വാളുകൾ തലപ്പ് കൂട്ടിപ്പിടിക്കുന്ന യുദ്ധത്തിലേക്ക് പാഞ്ഞു പോകുന്ന കുതിരയെ തന്നെയാണ് സത്യം. ഈ ആയത്തിറങ്ങേണ്ട താമസം ഹബീബായ നബിയോട് സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കഴുതയെ പിടിച്ചുള്ള സത്യം ചെയ്തില്ല, ആനെ പിടിച്ച് സത്യം ചെയ്തില്ല, എന്താണ് നബിയെ കുതിരയെ പിടിച്ച് സത്യം ചെയ്യാൻ കാരണം എന്താണ്? ഹബീബായ നബി പറഞ്ഞത് ഖൈറു മഅഖൂദും ബിനവാസിഹിൽ ഖൈറു, കുതിരയുടെ നാസികയിൽ നന്മ കെട്ടിവെച്ചിട്ടുണ്ടെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുതിര ബുദ്ധിയുള്ളതാണ്. ഈ ചെവിയിൽ ഒരു ചെറിയ സുഷിര ഉണ്ടെങ്കിലേ
ബ്രെയിൻ വർക്ക് ചെയ്യും. കാരണം കാറ്റ് മെല്ലെ അകത്ത് കയറണം. കാറ്റ് അകത്ത് കയറിയാല് ബുദ്ധി വർക്ക് ചെയ്യും. കുതിര ഭയങ്കര ബുദ്ധിയുള്ള ജീവിയാ. അപ്പൊ അതിന്റെ ചെവി ചെറുതാണ്. കാറ്റൽ അല്പം തട്ടിയാൽ മതി, കുതിരയ്ക്ക് ബ്രെയിൻ വർക്ക് ചെയ്യും. കഴുത വിവരമില്ല, ഇത്രയും വലിയ ചെവിയുണ്ട്, ഹോൾ ഇത്രയും വലുതുമാണ്. ഒരു കൊടുങ്കാറ്റ് കയറിയാലും കഴുത വിട്ട് ചിന്തിക്കൂല. നമ്മൾ ഏതാണ്ട് അങ്ങനെയാക്കിയ ഈ കാറ്റ് അടിച്ചു കയറിയാലും എന്താ അങ്ങനെ ആവണ സഹോദരങ്ങളെ. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരായിരുന്നു. അതുകൊണ്ടാണ് അവർ നിഴലിനെ വേണ്ട എന്ന് വെച്ചത്. നിഴലിനെ വേണ്ട എന്ന് വെച്ച് അവർ പ്രണയിച്ചില്ല. ബഹുമാനപ്പെട്ട താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു ജിബ്രാൾട്ടർ കടലിലേക്ക് കടന്ന് കപ്പലിൽ സഹാബത്തുമായി പോയി. നേരെ പോയി ദ്വീപിൽ കയറി. കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, കപ്പല് കരിച്ചു കളഞ്ഞേക്കുക, കപ്പല് കത്തിച്ചു കളഞ്ഞേക്കുക, നടുക്കടലിൽ നിൽക്കുക. കപ്പലിന് നങ്കൂര വിട്ടു, ഇറങ്ങിക്കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു, കപ്പല് കത്തിച്ചു കളഞ്ഞേക്കുക. അപ്പൊ ആ സമയത്ത് കൂടെയുള്ള ആളുകൾ ചോദിച്ചു, നടുക്കടലിൽ വന്നിട്ട് കപ്പല് കത്തിച്ചു കളയാനാ? നമ്മൾ എങ്ങനെയാ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോവുക? ഇങ്ങനെയൊക്കെ മറുപടി പറയാൻ കഴിയണമെങ്കിൽ അത് ചില അസാമാന്യ വ്യക്തികൾക്ക് കഴിയൂ, അല്ലാത്ത ആളുകൾക്ക് കഴിയില്ല. എല്ലാ ശൈഖുനാമാർക്കും കഴിയില്ല. അങ്ങനെയൊക്കെ മറുപടി പറയണമെങ്കിൽ എല്ലാ ശൈഖുനാമാർക്കും കഴിയില്ല, ശൈഖുനാർക്കും കഴിയൂല. എന്തേ ഉള്ളൂ, അതൊക്കെ ചില ആളുകൾക്ക് കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല അൻഹു നടുക്കടലിൽ ഒരു ദ്വീപിൽ, വലത്ത് ഭാഗത്തും കടല്, ഇടത് ഭാഗത്തും കടല്, മുമ്പിലും കടല്, പുറകിലും കടല്, വന്ന കപ്പല് തീറ്റു. ആ സമയത്ത് അലറിയടിക്കുന്ന തിരമാലകളുടെ നടുവ് താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, ഇനി എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി പോവുക? എങ്ങനെയാണ് നമ്മുടെ ഭാര്യയെ തിരിച്ചുപോയി കാണാൻ കഴിയുക? എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ കവളത്തിന് മുത്തം കൊടുക്കാൻ കഴിയുക? താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു തആല പറഞ്ഞു, അതിന് നമ്മൾ ഇനി ഇവിടേക്കാ തിരിച്ചു പോകുന്നത്? തിരിച്ചു പോകുന്നവനല്ലേ കപ്പലാവശ്യമുള്ളൂ. നമ്മളെ പണച്ചടപ്പിലേക്ക് തിരിച്ചു പോകാമെന്നവരല്ലേ നമ്മൾ. ആരാ? മടക്കയാത്ര ആഗ്രഹിച്ചവനല്ലേ കപ്പലാവശ്യമുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തിരമാലകളുടെ നടുവിൽ പോയിട്ട് ആ തിരമാലകളുടെ നടുവിൽ ഒറ്റപ്പെട്ട ദ്വീപിൽ വെച്ച് കടന്നു വന്ന വാഹനം കത്തിച്ചു കളയാൻ ലോകത്തേടെങ്കിലും ഒരു മനുഷ്യനെ കെടുത്തിട്ടുണ്ടെങ്കിൽ അവൻ നിഴലിനോട് യുദ്ധം ചെയ്തവനല്ല, അവൻ ഈ നിഴലിനെ പ്രണയിച്ചവനല്ല. ഇനി എവിടേക്കാ പോകേണ്ടതെന്നറിയോ? ഈ കടലിടുക്കിൽ കിടന്ന് മരിച്ചിട്ട് പണച്ചറപ്പിന്റെ സ്വർഗത്തിലോട്ട് കടന്നു പോകണം. അതിനാണ് നമ്മൾ വന്നതെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട താരിഖ് ഇബ്നു സിയാദ് റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോ പറയുന്ന നിഴലിനെ പ്രണയിച്ചവരാണ്. അങ്ങനെ ആവരുത്. ഒരു 4 ഗുണം നമുക്ക് വേണം. അത് പറഞ്ഞ ഇൻഷാ അല്ലാഹ് വന്നു തീരും. 4 ഗുണം ഇവിടെ നിന്നുണ്ടാക്കണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ആമി മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അള്ളാഹു ഞങ്ങൾ ആക്കി തരട്ടെ. ഈ നിഴലിനെ പ്രണയിക്കരുത്. നിഴലിൽ ജീവിക്കുമ്പോൾ 4 ഗുണങ്ങൾ വേണമെന്നാണ് മഹാന്മാർ പറയുക. അത് ഞാൻ പറയാം. അതുകൊണ്ട് ഈ നിഴലിനെ പ്രണയിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു നാടുമുട്ട സിംഹാസനം മുഴുവനും കയ്യിലിരിക്കുകയാണ്. വെഞ്ചാമണം വീശുന്ന ലലനാമണികളായ തോഴികൾ, സ്വർണ്ണ ചഷകങ്ങൾ പാനം ചെയ്യാൻ, സഞ്ചരിക്കാൻ പല്ലക്കുകൾ, രാവിലെയും വൈകുന്നേരവും മാറി കൊടുക്കാൻ സ്വർണത്തിന്റെ നൂലുകൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ. ആരെവിടെ എന്ന് ചോദിച്ചാൽ അടിയനെന്ന് വിളിച്ചു പറയാൻ ആയിരക്കണക്കിന് ആളുകൾ, നഖം വെട്ടാനും മുടി വെട്ടാനും പരിചാരകന്മാർ, രോഗം വന്നാൽ ചികിത്സിക്കാൻ 4 ഭാഗത്തും വൈദ്യന്മാർ. ഇങ്ങനെ ലോകത്തിൽ ഒരു മനുഷ്യന് കിട്ടാൻ കഴിയുന്ന എല്ലാ വലിയ സുഖലോലുപതയുടെയും നടുവിൽ താമസിക്കുന്ന മഹാരാജാവ്, അയാൾ ആ സൗഭാഗ്യം വിട്ടുകളയൂ?
ഇല്ല. അതാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. ഇന്ന് ലോകത്ത് തെറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല സുൽത്താന്മാർക്കും അറിയാം ഇത് തെറ്റാണെന്ന്. എനിക്ക് തെറ്റാണെന്ന് ബോധ്യമായിട്ടും അത് തെറ്റാണ് എന്ന് വിളിച്ചു പറയാത്തത് തനിക്ക് കയ്യിൽ കിട്ടിയ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഉറപ്പ്. അതിലെനിക്ക് യാതൊരു ആരാണെങ്കിലും എന്റെ പ്രിയം, എനിക്കൊരു തെറ്റു പറ്റിയാൽ അത് തെറ്റാണ് എന്ന് പറയാൻ ബോധ്യം എനിക്കുണ്ടാവണം. തെറ്റാണ് മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ അവൻ ദുനിയാവിലെ സുൽത്താനായേക്കാം ചിലപ്പോൾ, പക്ഷെ ആഖിറത്തിലെ സുൽത്താനാവൂല. ദുനിയാവു അവധി ആഖിറത്തിലെ ഏറ്റവും ഗതികെട്ടവനവനായിരിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആമീൻ പറയൂ മനുഷ്യന്മാരെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏത് വലുതാണെങ്കിലും ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടായാൽ പറയാൻ കഴിയില്ല. കാരണം എന്താ പറഞ്ഞാൽ തഴപ്പവും. അതല്ല രാഷ്ട്രീയത്തിൽ വരെ സാമുദായികത്തിൽ വരെ. ഞാൻ അതിനകത്ത് കിടക്കുന്നില്ല. സ്ഥലം തിരുമാപ്പള്ളിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എനിക്ക് പേടിയുണ്ടെന്നല്ല, എൻ്റെ സ്നേഹമുള്ളവരെന്നല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലാഹു നമ്മളെ അങ്ങനെ നിഴലിനെ തള്ളിപ്പറയുന്ന മഹാന്മാരായി അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നിഴലിനെ തള്ളിപ്പറയുമ്പോഴാണ് മഹാനാവുക. അല്ലാതെ കൂടെ നിൽക്കുന്നവൻ ഇവൻ മഹാനാന്ന് പറഞ്ഞാൽ അവൻ മഹാനാവില്ല. അതൊരു മാതിരി നെറ്റ്വർക്ക് കറാമത്ത് എന്ന് പറയുന്ന കറാമത്തുണ്ട്. ഞാനൊരു അത്ഭുതം കാണിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞു, നീ അത് അയാളോട് പറഞ്ഞു. അയാൾ പറഞ്ഞു ശൈഖുന കറാമത്താണ്. അടുത്ത ആളോട് പറഞ്ഞു. ഇങ്ങനെ ബാക്കിലോട്ട് പറഞ്ഞു. ഇതാണ് നെറ്റ്വർക്ക് കറാമത്ത്. അവിടെ ഏറ്റവും പുറയിരിക്കുന്നവർക്ക് കണ്ടിട്ടില്ല. ഇത് ദുനിയാവിന്റെ ശൈലിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നല്ല മഹാന്മാരാക്കി നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ നല്ല മഹാന്മാരായി അള്ളാഹു സ്വീകരിക്കട്ടെ. അവരാണ് നിഴലിനെ തല്ലി പറയുന്ന മഹാന്മാർ. മഹാനാകണമെങ്കിൽ ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മഹാനാവണോ? വേണോ? ആകണം. ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ഇത് മഹാൻ എന്ന് പറഞ്ഞാൽ അത് ആർക്ക് സമ്മനാടിസ്ഥാനത്തിൽ കിട്ടിയതൊന്നുമല്ല. പച്ചത്തലപ്പുള്ളത് മാത്രം മഹാനാവൂ, അല്ലെങ്കിൽ വെള്ളക്കുപ്പായിട്ടോ മാത്രം മഹാനാവൂ. ഞാൻ ഇവിടുത്തെ കച്ചവടക്കാരൻ മഹാനാവൂല. അങ്ങനെ മഹാനാർക്കും ആവാം. ഒറ്റ നിബന്ധന പറഞ്ഞിട്ടെ. لولا أن الشياطين يهومون على قلوب بني آدم لنظروا إلى ملكوت السماء. എന്റെ പൊന്നബിമാ പള്ളിയിലെ പാവപ്പെട്ട ചെറുപ്പക്കാരെ, ആത്മീയ ചൂഷണത്തിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ താരത്തിലിരിക്കുന്ന സാദാ സീതാ നിനക്ക് മഹാനാവാം. ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. ലൗലാ അന്ന ശയാതീന യഹ്റൂമൂന അലാ ഖുലൂബി ബനി ആദം. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴാണോ പിശാചിനെ വെളിയിലാക്കുക, എന്നാൽ അവൻ ഇവിടെ ഇരുന്നു കൊണ്ട് ആകാശത്ത് കാണുന്ന രഹസ്യങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറയാൻ അവന് കഴിയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. യഥാർത്ഥത്തിൽ എന്താ? ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ. കൽബിന്റെ ഉള്ളിൽ ഇബ്ലീസ് ഉണ്ട്. അതിനെ ഇറക്കി വിട്ടാൽ നീ മഹാനാവും. പക്ഷെ അതിറങ്ങി പോവില്ല. കൽബിന്റെ ഉള്ളിൽ ഇബ്ലീസ് ഉണ്ട്. ഇബ്ലീസിനെ ഇറക്കി വിട്ടാൽ ഈ ടാറിട്ട റോഡിൽ ഇരുന്നിട്ട് ആകാശത്തോട്ട് നോക്കിയിട്ട് ചൊവ്വയിൽ ഇപ്പൊ എന്താ നടക്കണെന്ന് ഇവിടെ ഇരുന്നിട്ട് പറയാൻ കഴിയും. ഉറപ്പ്. പറഞ്ഞത് അഹമ്മദ് കബീർ അല്ല, സഹീഹുൽ ബുഖാരി, ഇമാമിന് ബഹുമാനപ്പെട്ട ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പിന്നെ നടക്കൂല്ലോ. അപ്പൊ ഒറ്റ കാര്യം എന്തേ ഉള്ളൂ, ശൈത്താൻ ഇറക്കി വിടണം. അപ്പൊ ശൈത്താൻ കൂടെയുള്ളവൻ എന്ത് ചെയ്താലും, ശൈത്താൻ കൂടെയുള്ളവൻ അവൻ ഏത് അത്ഭുതം കാണിച്ചാലും അത് കറാമത്തല്ല, അത് അവൻ സാഹിറാണ്, അവൻ മന്ത്രവാദിയാണ്. അവൻ ശൈത്താൻ കൂടെയുള്ളവൻ ഏത് കാര്യം കാണിച്ചാലും അത് കറാമത്തല്ല, അതെന്താണ്? അത് സിഹറാണ്. രണ്ട് മനസ്സിലാക്കണം. ഞാൻ അതിലേക്ക് പോയാൽ ഒത്തിരി പറയേണ്ടി വരും. ഞാൻ വിഷയം തന്നെ ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ട്. ഖുർആനും സിഹറും, ഖുർആനും സിഹറും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ എന്താ അതെന്തുകൊണ്ടാവില്ല? എന്റെ നാട്ടിൽ ഒരു ചുമട്ടുകാരനുണ്ട്. അയാളുടെ ജോലി ചുമടി വെക്കല. അയാൾ അത്യാവശ്യം ചില മാന്ത്രിക വിദ്യകളൊക്കെ കാണിക്കും. ചെറിയ മാജിക്കുകാരനോ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ
അയാൾ ഞങ്ങൾ സ്കൂൾ വിദ്യാർത്ഥി നടന്നു ഇവിടെ ഇടുക്കിയില്. അവിടെ അയാൾ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ ഈ ചുമട്ടുകാരൻ കൂലിപ്പണിക്കാരന് തടി വെട്ടാൻ പോകും, ഓടാലിയായി കുന്താലിയുമായിട്ട് കളിക്കാൻ പോകും. അയാൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിവ് സമയം കിട്ടുമ്പോ സ്കൂളിൽ മാജിക് കാണാൻ വരും. ഒരു ദിവസം അയാൾ സ്കൂളിൽ മാജിക് കാണിക്കാൻ വേണ്ടി വന്നു. ഒരു വെള്ള പേപ്പർ എടുത്ത് കയ്യിലെടുത്ത് ഞങ്ങളോട് ചോദിച്ചത് എന്താണെന്നറിയാവോ? അതെ, ഇത് വെള്ള പേപ്പറാണ്. എന്താ ഞങ്ങൾ വെള്ള പേപ്പറാ. 4 കറക്കൊക്കെ കറക്കി ഒരു ഭൂവൊക്കെ വിളിച്ചു. പിന്നെ അയാൾ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോ അത് 1000 രൂപയുടെ നോട്ടായി മാറി. ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ നിന്നു. പിറ്റേ ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കിയപ്പോ ഈ മനുഷ്യൻ അന്നത്തെ അരി മേടിക്കാൻ വേണ്ടി അയാൾ കോടാലും തോളി തൂക്കി മരം വെട്ടാൻ പോകുന്നു. ഞാനോട്ട് പടച്ചോനെ, ഈ പാവപ്പെട്ടവൻ അതിന് പോണ എന്തിനാ? ഇയാൾ 10 വെള്ള പേപ്പർ എടുത്തിട്ട് 1000 രൂപയ്ക്കാ പോട്ടെ. എടാ മോനെ, ആ 1000 രൂപ കൊടുത്ത റേഷക്കടയിൽ അരി കിട്ടൂല. മന്ത്രവാദി അയാൾ വെള്ള പേപ്പറിൽ കാണിച്ച 1000 രൂപ, ഈ 1000 രൂപ റേഷക്കടയിൽ കൊടുത്താൽ അരി കിട്ടൂല. അത് അയാൾ അപ്പം മുമ്പിലുള്ള ആളുകളുടെ കണ്ണൊന്ന് വെട്ടിക്കാൻ ഈ വെള്ള നോട്ടിന് എന്നാ പിന്നെ അതുകൊണ്ട് അരി മേടിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒന്നാവാൻ കഴിയില്ല. അതെന്തിനാ കഴിയൂ? ഒരാള് ഒരു കറാഹത്ത് ചെയ്താൽ അവൻ പിന്നെ കറാമത്ത് കാണിക്കാൻ പറ്റൂല. പിന്നല്ലേ ഹറാം? കറാഹത്ത് ചെയ്താൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങോട്ട് നോക്ക്, അയാൾക്ക് കറാമത്തുണ്ടാവും, ഉറപ്പാണ് മനുഷ്യന്. പക്ഷെ അവനൊരു കറാഹത്ത് ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ അടുത്ത് നിന്ന് കറാമത്തുണ്ടാവില്ല. ഉണ്ടായാൽ അത് സിഹറാണ്, അത് മാരണവിദ്യയാണ്, കണ്ണുകെട്ടാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചെരുപ്പെടുത്തിട്ട് ശൈത്താനെ കാണിച്ചു. ശൈത്താൻ ഓടി. ബഹുമാനപ്പെട്ട ഇമാമിന അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ ഇബ്ലീസ് വന്നു. ആ ഇബ്ലീസിനെ ചെരുപ്പെടുത്ത് കാണിച്ചു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പ് കണ്ട ഇബ്ലീസ് ഓടാൻ തുടങ്ങി. വലിയ മഹാന്മാരാണ്. അവന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് കണ്ടൻ ഇബ്ലീസ് ഓടും. ഇപ്പൊ വലിയ മഹാന്മാരെന്ന് പറയുന്ന ആളുകളുടെ കൂടെ ഇബ്ലീസ് നടക്കുക. ആ കൂടെ തന്നെ ഇബ്ലീസ് എടുക്കുക. എന്റെ പ്രിയപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി. അവിടുത്തെ ഒരു വലിയ ആലിമിന്റെ ഒരു മഹാനായ ആളുടെ ചെരുപ്പ് ഇബ്ലീസിനെ കൊണ്ടുപോയി കാണിച്ചു. ഇബ്ലീസ് പറഞ്ഞു കാണിച്ച ആളോട്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായി, ഇത് കിതാബിനെ വഫാത്തായി. മാനാഹാറുടെ ചെരുപ്പ് കണ്ടാൽ ഇബ്ലീസ് ഓടും. വഫാത്തായി. അപ്പൊ വേറെ വലിയ ശൈഖുനാന്റെ അവിടെ തന്നെ ജീവിച്ചിരിക്കണം ആളുകൾ ഹുനാക്കിയ ശൈഖുനാന്റെ ചെരുപ്പ് കൊണ്ടുപോയി കാണിച്ചു. ആ ചെരുപ്പ് കാണിച്ചപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, നല്ല ചെരുപ്പിന്റെ ഉടമ മരിച്ചു എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ആ ചെരുപ്പ് വാങ്ങിച്ച് കൊണ്ടുവന്നവന്റെ മുഖത്തടിച്ചു ഇബ്ലീസ്. കൊണ്ടുവന്നെ മുഖത്തടിച്ചു ഇബ്ലീസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തേതൊരു മനുഷ്യനും വലിയവനാകുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇബ്ലീസിനെയും നിഴലിനെയും പിടിച്ചടക്കി വിടുമ്പോഴാണ്. കറാഹത്ത് ചെയ്തവൻ പോലും കറാഹത്തിന്റെ ഉടമസ്ഥനാവുകയില്ല, ഉറപ്പാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. എന്നെ ഇപ്പൊ നിങ്ങൾ അടുത്ത പ്രാവശ്യം പ്രസംഗിപ്പിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, കാര്യം പറയുക എന്നുള്ളത് ഇത് സുന്നത്യമാത്തിന്റെ അക്കീതയാണ്, വേറെ ആളുടെ അക്കീതയല്ല. അല്ലാതെ പറയട്ടെ, കറാഹത്ത് ചെയ്യുന്നവന് വിലായത്ത് ചെയ്യാൻ പറ്റും? ഇല്ല മോനെ. ബഹുമാനപ്പെട്ട ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഒരാൾ ഒരു വലിയ എന്താ പറയുന്നത് മഹാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളുകളൊക്കെ മുത്താനും മണത്താനും തിരക്കായി. മുത്താൻ പറ്റാത്തവര് കൈ മുത്തി, കാലി മുത്തി, മുത്താൻ പറ്റണതൊക്കെ മുത്തിയവനെ മുത്തി. അങ്ങനെ ആളുകൾ വന്നപ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ശൈഖുനാൻ ഇപ്പൊ മുത്താൻ പറ്റൂല, ശൈഖുന ഉറക്കത്തിലാണ്, വേണമെങ്കിൽ നേരത്തെ മുത്തി മുരീദിനെ മുത്തിയിട്ട് നിങ്ങൾക്ക് പോവാം. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇയാളെ കാണാൻ വേണ്ടി പോയി. യഥാർത്ഥ വലിയ വരുന്നറിഞ്ഞപ്പോൾ വ്യാഴൻ പമ്പ കടന്നു പോയി. മഹാനവർ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെത്തി. മുരീദന്മാര് പറഞ്ഞു, ശൈഖുന ഇവിടെ ഇല്ല, അദ്ദേഹം എവിടെ വെളിയിൽ പോയിരിക്കുകയാണ്. മഹാനവർ ചോദിച്ചു, അദ്ദേഹം താമസിക്കുന്ന സ്ഥലം എവിടെ? ആ സ്ഥലം കാണിച്ചു കൊടുത്തു. നോക്കിയപ്പോൾ മുരീദന്മാര് പറഞ്ഞു, ഇവിടെയാണ് അദ്ദേഹം നിസ്കരിക്കുന്നത്, എത്രയോ നാളുകളായി അദ്ദേഹം സുജൂദിൽ തന്നെയാണ്. ആ സമയത്ത് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർ പറഞ്ഞു, ഇവൻ യഥാർത്ഥ വലിയല്ല. ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അദ്ദേഹത്തിന്റെ അത്ഭുത കറാമത്തുകൾ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ അങ്ങനെ പറയുക? ബഹുമാനപ്പെട്ട മഹാനവറുകൾ പറഞ്ഞു, അയാൾ സുജൂദ് ചെയ്യുന്ന സ്ഥലമല്ലേ അത്? അതെ. അയാളുടെ മുൻകൈയുടെ മാത്രം അടയാളം ഇവിടെ കാണാം. ആ മനുഷ്യൻ സുജൂദ് ചെയ്യുമ്പോൾ
കൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെക്കാൻ പറഞ്ഞ സുന്നത്തായ രീതിയിലല്ല അയാൾ വെച്ച് നിസ്കരിക്കുന്നത് എന്ന് അയാൾ നിസ്കരിച്ച മുസല്ലയിലെ പാട് കാണുമ്പോൾ അറിയാം. ഹബീബായ നബിയുടെ ഒരു സുന്നത്ത് ഉപേക്ഷിച്ചവൻ ഒരിക്കലും. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് നോക്കണേ? നിങ്ങൾ എന്നെ കണ്ണിൽ കാണിച്ച് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. ഹബീബായ നബിയുടെ സുന്നത്ത് ഉപേക്ഷിച്ചവൻ ഖിയാമത്തിന്റെ ഉടമസ്ഥനാവുകയില്ല. കാരണം എന്താ? അയാൾ നിഴലിനെ പ്രണയിക്കുന്നവനാണ്. എപ്പോഴും കറാഹത്തുകളും ഹറാമുകളും ചെയ്യുക. മഹാന്മാരോ ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫീതനാ. അവർ ഈ ദുനിയാവിനെ പരാഗതല്യവരാണ്. അവർ ഈ നിഴലിനെ പ്രണയിച്ചവരല്ല. അതുകൊണ്ടാണ് വെഞ്ചാമരം വീശുന്ന തോടിമാരുടെ നടുവിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, നെല്ലും പതിനും തിരിച്ചറിയാൻ കഴിയണം. വെഞ്ചാമരം വീശുന്ന തോടിമാരുടെ നടുവിൽ നിന്ന് സ്വന്തം പല്ലക്കൽ കിടന്നിറങ്ങിയ സൈന്യവും വിട്ടിട്ട് ആളുകളെ എതിരൊരുക്കുമ്പോ അതിയെന്ന് വിളിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ആ സമയത്ത് കൊട്ടാരത്തിന്റെ നടുവിൽ നിന്നൊരു രാത്രിയിൽ തന്റെ സ്ഥാന വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കുപ്പായം തന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് മരത്തിന്റെ തോലും ധരിച്ചുകൊണ്ട് വെളിച്ചോത്തിറങ്ങി കാട്ടിലേക്ക് പോയി. മരത്തിന്റെ തോലും ധരിച്ചിട്ട് മരമുരി ധരിച്ചിട്ട് ഒരു വെള്ളം വാങ്ങിക്കുന്ന പാത്രം മാത്രം കയ്യിൽ വെച്ച് കാട്ടിലേക്ക് ഇറങ്ങി പോകുമ്പോ തിരിഞ്ഞു നിന്ന് തന്റെ കൊട്ടാരത്തെ നോക്കിയിട്ട് പാട്ട് പാടിയില്ലേ? എനിക്ക് വേണ്ട ഈ കൊട്ടാരം, എനിക്ക് വെഞ്ചാമരം വേശുന്ന തോടി വേണ്ട, എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് കസറിന്റെ തട്ടം വേണ്ട, എനിക്ക് ഈ ദുനിയാവിന്റെ വെഞ്ചാമരം വേണ്ട. അല്ലാഹുവേ അല്ലാഹുവേ എനിക്ക് നീ മതി റബ്ബേ എന്ന് പറഞ്ഞ് സിംഹാസനത്തിന്റെ ചെങ്കോല് വലിച്ചെറിഞ്ഞിട്ട് ആയിരക്കണക്കിന് പ്രജകളെ വന്ന് കാലു പിടിച്ച് രാജാവേ പോകരുതേ. തന്റെ പ്രിയപ്പെട്ട മകനെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ഭാര്യ വന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഭർത്താവ്, ഈ മകന്റെ മുഖം കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുക? പ്രിയപ്പെട്ട പൊന്നുമോന്റെ ചിരി കണ്ടിട്ട് തന്റെ കണ്ണുകൾ പടച്ചറപ്പിനെ കടച്ചു പിടിച്ച് രാജ്യം വിട്ടിട്ടോടിയ മനുഷ്യനാണ്. അതിരാസമയത്ത് വല്ലാതെ മഴ തീർത്തു പെയ്യുമ്പോ തലചായ്ക്കാൻ ഒരിടമില്ലാതെ പേമാരി പെയ്യുന്ന മഴയത്ത് ശരീരം മുഴുവനെ തണുത്ത് പറക്കുമ്പോ തൊട്ടടുത്ത് കണ്ട പള്ളിയുടെ വരാന്തരയിൽ കയറി തണുത്ത് പറച്ച് കിടന്നുറങ്ങുമ്പോ പള്ളിയുടെ മുക്കിൽ വന്നിട്ട് പറഞ്ഞില്ല, ആളുകൾക്ക് കിടക്കാൻ ഈ പള്ളിയിൽ വാടമില്ലെന്ന് പറഞ്ഞ് തിമിർത്ത് പെയ്യുന്ന പേമാരിയെ കയ്യിൽ പിടിച്ചു പള്ളിയുടെ മുക്കിൽ ഇറക്കി വിടുമ്പോ ആ സമയത്ത് കബർസ്ഥാനിലേക്ക് കടന്നു ചെന്ന് കബറിന്റെ തലഭാഗത്ത് വെച്ച മീസാങ്കല്ലെടുത്ത് തന്റെ തലയിൽ വെച്ചിട്ട് ആ പാതിരാ സമയത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പാതിരാ സമയത്ത് കൊട്ടാരത്തിൽ കിടക്കേണ്ട രാജാവ് കബർസ്ഥാനിലെ കബറിന്റെ തലഭാഗത്ത് നിൽക്കുന്ന മീസാങ്കല്ല് തന്റെ തലയിൽ വെച്ചിട്ട് കബർസ്ഥാനിൽ കിടന്നുറങ്ങി. സുൽത്താനുൽ ആരിഫീൻ, ലോകത്തിലെ കറാമത്തുകളുടെ ഉടമസ്ഥരുടെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എവിടെ കിടന്നുറങ്ങി? കൊട്ടാരത്തിന്റെ കോടികളുടെ കടവിട്ടിട്ട് ഖബർസ്ഥാനിലെ മീസാൻ കല്ലിൽ കിടന്നുറങ്ങി സയ്യിദുനാ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. എന്താ കാര്യം? കോടികളുടെ കൊട്ടാരം വിട്ടിട്ട് ഖബർസ്ഥാനിലെ മീസാൻ കല്ലിൽ തലയിൽ വെച്ചിട്ട് കിടന്നുറങ്ങി. ആര്? എന്റെ സാധ്യതയില്ലേ? സാധ്യതയുണ്ട് സഹോദരങ്ങളെ. അള്ളാഹു വിചാരിച്ചാൽ ആ കൊട്ടാരത്തിൽ അയാൾക്ക് കിടന്നുറങ്ങാം. പക്ഷെ മനസ്സ് വിട്ടു. നിഴലിനോടുള്ള പ്രണയമില്ല, മനസ്സ് വിട്ടു. കൊട്ടാരത്തിലെ പരിചാരിക രാജാവിന്റെ റൂം അടിച്ചു തൂത്തോണ്ടിരിക്കുക. ഒരു നിമിത്തം വേണം മനുഷ്യന്മാരെ അടിച്ചു തൂത്തോണ്ടിരിക്കുക. ആ സമയത്ത് പരിചാരിക പോയി രാജാവിന്റെ പട്ടുമറ്റയിലും എല്ലാം തൊട്ടു നോക്കി. എന്താ മിനുസം, നല്ല സുന്ദരമായ കടപ്പറ. പോപ്പ് ഗായിക ഫുട്ബോൾ കളിക്കാരാ മറഡോണ പോപ്പ് ഗായിക. നീ എന്താ കൊള്ള ചീത്തപ്പേര് കളഞ്ഞല്ല. മറഡോണ പോപ്പ് ഗായിക ഇല്ല. പോപ്പ് ഗായിക മഡോണ പാംഫിമൈറ ദ്വീപിലെ JBR-ലെ ദുബൈയിലെ JBR-ലെ
ജുമൈറ ബീച്ച് റിസോർട്ട്, JBRലെ പാം ബീച്ചിലെ കടലിന്റെ ഉള്ളിലെ ബെഡ്റൂം പണിതിട്ടാണ് പോപ്പ് കായിക മഡോണ കിടന്നുറങ്ങുന്നത്. മഡോണയുടെ ബെഡ്റൂമിന്റെ ഭിത്തിയിൽ ഗ്ലാസ് ആണ് വെച്ചിരിക്കുക. ഗ്ലാസിനെ കട്ട മാറ്റിയാൽ തിരുമാലകളുടെ മറുഭാഗത്ത് കുതിച്ചോടുന്ന ഡോൾസിനെയും സ്രാവിനെയും കണ്ടിട്ടാണ് മഡോണ കിടന്നുറങ്ങുന്നത്. ദുനിയാവിൽ ആർക്കാവട്ടരമണിയാത്തത് പോപ്പ് കായിക മഡോണയ്ക്ക് JBR ഒരു വീടുണ്ട്. JBR വീടുണ്ട്. ആ വീട്ടില് പത്രമൊക്കെ വല്ലപ്പോഴൊക്കെ വായിക്കണം. ഒന്നുമല്ലെങ്കിൽ കലാപ്രേമിയെങ്കിലും വായിക്കണം. പക്ഷേ 50 വർഷമായിട്ട് ആ ഒരു പത്രം പോലും ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. വായിക്കുന്നത് എത്ര ആവട്ടെ, വരിക്കാരാവുന്ന എത്ര ആവട്ടെ. വായിക്കുക, വരിക്കാരാവുക. ഞാൻ എറണാകുളത്ത് ഒരു പ്രസംഗം നടത്തുന്നത് എൻ്റെ വിഷയം തന്നെയാവുന്ന ഖുർആൻ വായിക്കുക, വരിക്കാരാവുക എന്നാണ് വിഷയം. ഖുർആൻ വായിക്കുക, വരിക്കാരാവുക. 50 വർഷമായിട്ട് ഒരു ദിവസം പോലെ പത്രം മുടങ്ങിയിട്ടില്ല. അതൊരു വലിയ കാര്യമില്ല. ഇതുകൊണ്ടാ എന്തെങ്കിലും അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ സമയത്ത് ഓർക്കുന്നു അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ഏതായാലും സഹോദരങ്ങളെ, ദുനിയാവിൽ സുൽത്താനിന് പണിയാൻ കഴിയും. അതിനുള്ള സാധ്യതകൾ മുമ്പിലുണ്ട്. രാജാവിന്റെ ഈ പട്ടുമത്തയിൽ എന്തൊക്കെ മത്ത, രാജാവിന്റെ പട്ടുമത്തയിൽ പരിചാരി കൊണ്ട് മെല്ലെ തൊട്ടു നോക്കി. നല്ല നനനനത്ത മിനുസം. അതിൽ കിടക്കണമെന്ന് അടിച്ചുമാരി പെണ്ണിനൊരു മോഹം. അടിച്ചുമാരി പെണ്ണ് ആ പട്ടുമത്തയിൽ കിടന്നുറങ്ങി. രാജാവ് സർവാടിമന വിഭൂഷിതനായി പട്ടമഹിഷിയുടെ തോളിൽ കൈയിട്ട് തന്റെ ചൂരും അനുഭവിക്കാൻ രാജാവ് വരുമ്പോ പട്ടുമത്തയിൽ കിടക്കുന്നു അടിച്ചു നോക്കുകാരി തൊഴിലാളി. രാജാവ് അലറി. പെണ്ണ് ചാടി എഴുന്നേച്ചു. അറിയാതെ ഒന്ന് കിടന്നു പോയതാണ്. ചാടി എഴുന്നേറ്റ പെണ്ണിനെ രാജാവ് മുഖത്തടിച്ചു. പെണ്ണ് ചിരിച്ചു. അടികൊണ്ട പെണ്ണ് ചിരിച്ചു. പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. പിന്നെ അങ്ങോട്ട് ചിന്തിക്ക് മനുഷ്യന്മാരെ പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങി. നിർത്താത്ത കരച്ചു. രാജാവിന് അത്ഭുതമായി. അടികൊണ്ട പെണ്ണ് ചിരിച്ചു. പിന്നെ കരഞ്ഞു. രാജാവ് പെണ്ണിനോട് ചോദിച്ചു, പെണ്ണെ അടി തന്നപ്പോ ആദ്യം നീ ചിരിച്ചു, പിന്നെ കരഞ്ഞു, എന്തേ കാര്യം? പെണ്ണ് പറഞ്ഞു, എന്റെ രാജാവിന്റെ ഈ മിനിമിനിത്ത കൈ, രാജ്ഞിയുടെ കവളത്ത് മാത്രം തലോടുന്ന അങ്ങയുടെ കൈ ഒരടിക്കാൻ വേണ്ടിയാണെങ്കിലും എന്റെ കവളത്തൊന്ന് തൊട്ടല്ലോ. ആ ഒരു അതോർത്തിട്ട് രാജ്ഞിയുടെ കവളത്ത് മാത്രം തലോടുന്ന അങ്ങയുടെ കൈ ഒരടി കിട്ടിയിട്ടാണെങ്കിലും എന്റെ കവളത്തൊന്ന് തൊട്ടല്ലോ. അതുകൊണ്ട് ആ സൗഭാഗ്യം ഓർത്തിട്ട് ഞാൻ ചിരിച്ചതാണ്. പിന്നെയാണ് ഞാൻ ഓർത്തത്, അറിയാതെ ഒരു 10 മിനിറ്റ് ഈ പട്ടുമത്തയുടെ സുഖം ആസ്വദിച്ച് ഞാനിവിടെ ഒന്ന് കിടന്നുറങ്ങിയതിന് അങ്ങ് എന്നെ ഒരു പ്രാവശ്യം അടിച്ചെങ്കിൽ ഈ ആയുസ് മുഴുവനും ഈ പട്ടുമത്തയിൽ കിടന്നുറങ്ങുന്ന നിങ്ങളുടെ യജമാനായ അള്ളാഹ് എത്ര പ്രാവശ്യം അടിക്കുന്നു ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞു. എന്റെ രാജാവിനെ ഞാനറിയാതെ 10 മിനിറ്റ് കിടന്നപ്പോ എന്റെ യജമാനായ നിങ്ങൾ എന്നെ അടിച്ചു. പക്ഷേ കാരാകാരം കിടക്കുന്ന നിങ്ങളുടെ യജമാനായ തമ്പുരാൻ നാളെ എത്ര പ്രാവശ്യം അടിക്കുമെന്ന് ഓർത്തിട്ടാണ് എന്റെ രാജാവിന് ആഖിറത്തിൽ കിട്ടുന്ന അടി ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പരിചാരക പറഞ്ഞു. ആ സമയത്താണ് ഈ രാജാവാണ് ഇബ്രാഹിമിന് അധികം. ആ സമയത്താണ് രാജാവിന്റെ മനസ്സിൽ അല്ലാഹുവേ, ശരിയാണല്ലോ തമ്പുരാന്, ഈ നെടലിനെ പ്രണയിച്ച് ദുനിയാവിൽ കിടക്കുന്ന ഞാൻ നാളെ ആഖിറത്തിൽ എത്ര പറയേണ്ടി വരും. രാജാവ് വിട്ടു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് രാജാവ് പിന്നെ കൊട്ടാരം വിട്ടിട്ട് നെടലിനെ വിട്ടിട്ട് ആഖിറത്തെ സ്നേഹിച്ചത്. അപ്പൊ പിന്നെ ആഖിറത്തെ സ്നേഹിച്ചപ്പോ തലയിൽ തലയണയല്ല മീസാൻകല്ലായി മാറി. മീസാൻകല്ലായി. രാജാവ് തെറ്റിനോട് വിട പറഞ്ഞു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എങ്ങനെയായി മാറി? നമുക്ക് തെറ്റ് ചെയ്തു എന്ന് ബോധവുമില്ല. ഇനി അഥവാ തെറ്റ് ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞാൽ തന്നെ അത് തെറ്റാണെന്ന് നമുക്കൊന്ന് തോന്നുന്നുമില്ല. ഏറ്റവും ഒരു അപകടം ഇത്. അടിവരയിട്ട് കേൾക്കണം, പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ. തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തു എന്നുള്ളത് ബോധമില്ല. ഇനി ആരെങ്കിലും ബോധ്യപ്പെടുത്തി തന്നാലോ അതിൽ തെറ്റാണെന്ന് അങ്ങനെ പറയാറുമില്ല. ഇപ്പൊ ഏറ്റവും ഒരു അവസ്ഥ എന്താണെന്നറിയോ? ദുനിയാവില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്താണെന്നറിയോ? ചെയ്യുന്നത് തെറ്റാണ് എന്നൊരു ബോധം ഇല്ലാതെ. വളരെ പണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വളരെ പണ്ട് മൊബൈലൊന്നും ഇല്ല. ആകെ ഒരു അന്യ പെണ്ണിനെ എങ്ങാനും ഒന്ന് നോക്കിയാൽ അതൊരു പാപമാണ്. ഉപ്പ വിളിച്ചിട്ട് അടിക്കും, ഇല്ലേ? എന്താ പറയാ?
മൊബൈലില്ല, സാങ്കേതിക വിദ്യ ഒന്ന് ചിന്തിച്ചോ. ഒരായത്ത് പറയാൻ വേണ്ടി ഒന്ന് ചിന്തിച്ചു നോക്ക്. മൊബൈലില്ല, ഫേസ്ബുക്ക് ഇല്ല, ചാറ്റിംഗ് ഇല്ല, ഒരു സാധ്യതയില്ല. ആകെ ഒരു പെണ്ണിനോടുള്ള ഇഷ്ടം പറയാനുള്ള ആകെ മാർഗം അവൾ സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ തലേ ദിവസം രാത്രി ആരും അറിയാതെ, ഉപ്പയും വാപ്പയും ഉമ്മയും അറിയാതെ ഹൃദയത്തിന്റെ ചിതറിത്തെറിച്ച വികാരങ്ങൾ ഈ എഴുതിയത് മാതിരി പേടിച്ച് വിറച്ച് വീട്ടിൽ നൽകാൻ പറ്റുന്ന വാപ്പ അറിയും. ആടിന് വളർത്തുന്ന ആട്ടുംകുട്ടി പോയിരുന്ന് ആട്ടുംകുട്ടിലിരുന്നിട്ട് ആരും അറിയാതെ വെള്ളപ്പേപ്പർ എഴുതിയ പ്രണയലേഖനം രാവിലെ വരുന്ന കുട്ടിയെ കാത്തു നിന്ന് തെങ്ങിന്റെ മറവിൽ നിന്നോ അവൾ വരുന്ന സമയത്ത് പയ്യേറിയും അപ്പുറത്തെ മരത്തിന്റെ ചവിട്ടിൽ പോയി നമ്മൾ എടുക്കുന്നുണ്ടോ നോക്കും. ഇതാണ് പണ്ടത്തെ ഒരവസ്ഥ അല്ലേ? എല്ലാം മുത്തഖീങ്ങൾ അവർക്ക് അങ്ങനെ വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇങ്ങോട്ട് നോക്ക്, ഞാൻ തമാശ പറയാം, ഇങ്ങോട്ട് നോക്ക്. അറിഞ്ഞാൽ അന്ന് വാപ്പ തെങ്ങിൽ കെട്ടിയിട്ടിട്ട് മകനെ അടിച്ചിരിക്കും, ഉറപ്പാ ഇല്ലേ? ഇല്ലേ? അങ്ങനെ അടി കൊണ്ട് എത്ര ആളുകളുണ്ട് ഇവിടെ കൈവക്കി? അവരിട്ടിട്ടുണ്ട്. സാലിമസിനെ നല്ല അടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് പ്ലസ് 1-നോ പ്ലസ് 2-നോ പഠിക്കുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ അവളുടെ കൂട്ടുകാരനുമായി വീട്ടിലേക്ക് വന്നാൽ ഒരു വാപ്പയോ ഉമ്മയോ അത് ചോദ്യം ചെയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹിക ക്രമം മാറി. കാരണം അതവന്റെ ഫ്രണ്ട് മാറി. തെറ്റല്ല, അതാണ് ഏറ്റവും വലിയ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത്, ഇത് തെറ്റല്ല നമ്മൾ ഗണിച്ചു. 2, ഈ തെറ്റിനെ എന്ത് ചെയ്യും? ആളുകളെ മുമ്പിൽ വീരവാദം പറയും. ഞാൻ ഇത്രയും തമ്മാടിത്തരം ചെയ്തിട്ടുണ്ട്, ഈ നാട്ടിലെ ഏറ്റവും വലിയ ആള് ഞാൻ തന്നെയാണ്. എന്റെ കൊല്ലം ചെറുപ്പക്കാരെ നോക്ക്, വൈകുന്നേരമാകുമ്പോൾ വെയിറ്റിംഗ് ഷെഡിലോ കടപ്പുറത്തോ അല്ലെങ്കിൽ 10 ഏക്കർ ഫുട്ബോൾ ഗ്രൗണ്ടിലോ ഒന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ മുബാറക്കായ സ്ഥലം ശംഖുമുഖം ബീച്ചിലോ പാതിരാ സമയത്ത് 10 ചെറുപ്പക്കാർ വന്നാൽ ആ ചെറുപ്പക്കാർ പറയുന്ന കാര്യമല്ല, ഫേസ്ബുക്കിൽ എനിക്ക് എത്ര ലൈക്ക് ഉണ്ട്, എത്ര ആളുകൾ ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ എത്ര പേരുമായി ചാറ്റ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പെൺകുട്ടികളുടെ മൊബൈൽ നമ്പറുകൾ എനിക്കറിയാം, ആരൊക്കെയായിട്ട് ഞാൻ വിളിക്കുന്നുണ്ട്, ആരൊക്കെയായിട്ട് ഞാൻ സംഗമിക്കുന്നുണ്ട് എന്ന് കൂട്ടുകാരുമൊക്കെ പാതിരാ സമയത്ത് ഒന്നിച്ച് വട്ടമിരന്ന് പരസ്പരം പറയുകയും ഏറ്റവും ഒരു പെണ്ണുമായി ബന്ധമുള്ളവൻ അവന് ശക്തവൻ കേവനാവുകയും അവനെ പൊട്ടിക്കാൻ നാളെ ഒരേയെ എവിടെ കിട്ടുമെന്ന് തേടി നടക്കുന്ന, തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ വിളിച്ചു പറഞ്ഞ് ഏറ്റവും തെറ്റ് ചെയ്യുന്നവൻ വലിയവനായി മാറുന്ന ഒരു ക്രമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ ഓർക്കുക, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഖുർആന്റെ ആയത്തിറങ്ങിയ സ്ഥലത്തേക്ക് നിങ്ങളെ ഞാൻ വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ അതല്ലേ അവസ്ഥ? ആണോ അല്ലേ? ഇപ്പൊ മൊയ്ലിയാർ എങ്ങനെയായിരുന്നു? മൊയ്ലിയാർ നിങ്ങളെ പോലെ ചെറുതായിട്ട് വലുതായ ആളാ. മൊയ്ലിയാർ പെട്ടെന്നാണ് വലുതായതല്ല, മൊയ്ലിയാർ ചെറുതായിട്ട് വലുതായ ആളാ. അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ഗണിക്കും അല്ലേ? തെറ്റ് ചെയ്യുന്ന വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ വലിയൊരു തെറ്റ് ചെയ്യുന്ന ഒരു ബോധമുണ്ടായാലേ അതിൽ നിന്ന് മാറും. തെറ്റ് ചെയ്യുന്നു മാത്രമല്ല, അത് പരസ്യമായിട്ട് വിളിച്ചു കൊല്ലം വെളിയിൽ പറയാൻ പറ്റില്ല. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് 23 വയസ്സുകാരി പെണ്ണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവൾ പ്രസവിച്ച കുഞ്ഞിനെ ആരും അറിയാതെ അലമാരയിൽ അവൾ കൊന്നു ഒഴിച്ചുകൂടി. ഭർത്താവ് ഗൾഫിലാണ്. 23 വയസ്സുകാരി പെണ്ണ് 9 മാസവും 10 ദിവസവും ഗർഭിണിയായി. അവളുടെ വീട്ടിൽ ഒരു മനുഷ്യനെന്നിൽ അവൾ സ്വന്തം ബെഡ്റൂമിൽ പ്രസവിച്ചു. ആ പ്രസവിച്ച കുട്ടിയുടെ പൊക്കിൾ കൊടി അവൾ തന്നെ മുറിച്ചു. ഇത് ആഫ്രിക്കയിലെയും ബ്രിട്ടനിലെയും കഥയല്ല. നിങ്ങൾ ചിന്തിക്ക്, ആ പെണ്ണ് സ്വന്തം ഇതേ മനുഷ്യന്മാരെ നിങ്ങൾക്കൊരു അത്ഭുതം തോന്നണില്ലേ? നിങ്ങൾ എന്തിട്ട് ഇരിക്കണേ? ആ പെണ്ണ് സ്വന്തമായി ആ പെൺകുട്ടിയുടെ അവൾ പ്രസവിച്ച കുഞ്ഞിന്റെ പൊക്കിൾ കൊടി ഒടിച്ചു മാറ്റി. ജനിച്ച കുഞ്ഞിനെ അരമാറിൽ ഒളിപ്പിക്കുമ്പോ 23 വയസ്സുകാരിക്ക് പോലും ഇത് 30 വയസ്സുകാരിയല്ല.
ജീവിതം കണ്ടവളല്ല, കണ്ടു പഠിച്ചവളല്ല, പരിചയമുള്ളവരല്ല. ഈ സ്ത്രീലങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ആവാസങ്ങളും അനാവശ്യങ്ങളും ലോകത്ത് പെരുകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവാണ് വലുതെന്ന് കരുതി, ഈ ദുനിയാവാണ് വലുതെന്ന് കരുതി തമ്മാടിത്തരങ്ങൾ ചെയ്തെന്ന് മാത്രമല്ല, ആ തമ്മാടിത്തരങ്ങൾ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ട് നെഞ്ചത്തടിച്ചിട്ട് ഉസ്താദേ ദുനിയാവിനെ പ്രേമിച്ചിട്ട് ആഗ്രഹത്തിൽ ഒറ്റപ്പെട്ടാലും കുഴപ്പമില്ല, ആഗ്രഹത്തെ പ്രേമിക്കാൻ തയ്യാറല്ല, ഈ നിഴലിനെ പ്രേമിച്ചിട്ട് ആഗ്രഹത്തിൽ കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചു കൊടുക്കുന്ന എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പോലെ നെഞ്ചു വിരിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്ന തെമ്മാടിത്തരമാണ് വലുതെന്ന് പറഞ്ഞ് ആലിമീങ്ങൾ പറഞ്ഞാൽ അവർക്കെതിരെ വിരൽ ചൂണ്ടി ആർഭാടത്തോടെ പറഞ്ഞു നിന്ന ആളുകളുടെ മുമ്പിലാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. വിശുദ്ധമായ ഖുർആനിന്റെ 6666 ആയത്തുകളെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഖുർആനിലെ ഏറ്റവും ആയത്തിറങ്ങിയത് കഅബാലയത്തിന്റെ ഭർത്താവിനെ ചാരി ഇരുന്നിട്ട് തങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരത്തെ വിളിച്ചു പറഞ്ഞിട്ട് നേരെ നോക്കിയിട്ട് എടാ മുഹമ്മദേ ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആരടാ, ഞങ്ങൾ ഇനി ചെയ്യുമടാ എന്ന് പറഞ്ഞിട്ട് വാഹിയാണ് ചാരി എന്നിട്ട് ഹബീബായ നബിയുടെ മുമ്പിലേക്ക് നോക്കി പരിഹസിച്ചിട്ട് ഞങ്ങളെ വാത് പറഞ്ഞ് നന്നാക്കാതെ എവിടെ നിന്ന് വന്നടാ, ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ലേ ഇയാൾ നമ്മളെ നന്നാക്കാൻ വന്നവരാണോ? കൽവാലയത്തിന്റെ ഭർത്താവിനെ നെഞ്ചിൽ വിരിച്ച് ചാരി എന്നിട്ട് ഹബീബായ നബിയുടെ നേരെ നോക്കിയിട്ട് ആരെടാ മുഹമ്മദേ നീ ഞങ്ങളെ നന്നാക്കാൻ പ്രസംഗിക്കുന്നു? വാഹിയാണ് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ ഞാൻ വ്യഭിചരിക്കാൻ വേണ്ടി നടന്നു, ധാരാളം പെണ്ണുങ്ങളുമായി ഞാൻ കിടപ്പുറം കെട്ടിട്ട് ഇന്ന് രാവിലെ വ്യഭിചരിക്കാൻ ഒരു പെണ്ണിനെ തേടി നടന്നിട്ട് ഒരു പെണ്ണിനെ പോലും കിട്ടാതെ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഒരു ദിവസം വ്യഭിചരിക്കാൻ എനിക്ക് ഉറക്കം വരില്ല. അങ്ങനെ നിരാശയോടെ നടന്നു വരുമ്പോ എന്റെ സഹോദരന്റെ ഭാര്യയെ കണ്ടപ്പോ അവളെ പിടിച്ചുകൊണ്ടുപോയി കിടപ്പുറത്ത് ഞാൻ വ്യഭിചരിച്ചെന്ന് കൽവാലയത്തിന്റെ ഭർത്താവിനെ ചാരി നിന്ന് വീരവാദം മുഴക്കിയപ്പോ മറ്റൊരുത്തൻ പറഞ്ഞതെന്നറിയോ, വഴിയരിയിലൂടെ നടന്നു പോകുന്നവനെ പിടിച്ചു നിർത്തിയിട്ട് കരുത്തറത്തിട്ട് മടിശീലം ഒട്ടിക്കുന്നവനാണ് ഞാൻ. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചന്തയുടെ പുറഭാഗത്തുള്ള പാറക്കെട്ടിൽ ഊരി പിടിച്ച വീരമായി ആളുമായിട്ട് ഞാൻ കാത്തുനിന്ന് ഒരാളെ പോലും വൈകുന്നേരം വരെ കിട്ടിയില്ല. അവസാന നിരാശയോട് ഇന്നൊരുത്തന്റെ കരുത്തറത്തിട്ട് മടിശീലം ഒട്ടിക്കാൻ കഴിയില്ലല്ലോ നോക്ക് നിരാശയോടെ ഇരുന്നപ്പോഴാണ് എന്റെ വാപ്പ അതിലെ കടന്നു വന്നത്. എന്റെ വാപ്പയെ പിടിച്ചു നിർത്തിയിട്ട് എന്റെ വാപ്പയുടെ കരുത്തരത്തിട്ട് എന്റെ വാപ്പയുടെ മടിശീലയിലെ പറഞ്ഞ ഓട്ടിച്ചു കൊണ്ടുപോയി എന്ന് പരസ്പരം വീരമാണം പറഞ്ഞ ചെറുപ്പക്കാരെ അമ്മാന്റെ റസൂലിനെ പരിഹസിച്ചപ്പോ ഞങ്ങൾ ബലമുള്ളവരാണ്, ഞങ്ങൾ ആരോഗ്യമുള്ളവരാണ്, ഞങ്ങൾ പണമുള്ളവരാണ്, നീ ഞങ്ങളെ വാഴ പറഞ്ഞ് നന്നാക്കേണ്ടതാണ് പറഞ്ഞപ്പോ ഓ സമയത്താണ് ചെറുപ്പക്കാരി വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങിയത്. ആ ഹബീബായ നബിയുടെ മനസ്സ് കണ്ടപ്പോ ആകാശത്തിൽ നിന്ന് നബി വന്നില്ലേ, നബിയെ അൽഹാകുമുത് തകാബുർ അൽഹാകുമുത് തകാബുർ ഹത്താ സുർതുൽ മകാബിർ കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഓ നബി അവരോട് പറ, കഅബാലയത്തിന്റെ ഭർത്താവിനെ നെഞ്ചിൽ വിരിച്ചിട്ട് ആരാ ഞാൻ ഈ പറയുക, ഭീമാപള്ളി എന്ന അല്ലാഹു അനുഗ്രഹിച്ച ഒരു തീരപ്രദേശത്ത് ജനിച്ചിട്ട് കല്ലിന്റെയും കഞ്ചാവിന്റെയും ചരസിന്റെയും അശ്ലീലത്തിന്റെയും അടിമകളായി ആര് പറഞ്ഞാലും ഞങ്ങൾ നന്നാവില്ല. അറിയാനൻ നജറു ഇലാഹീന ഇദാലൻ നജറു ബിഹി ഇല്ലാഹാനാ. ആരോട് കൂടെ പറപ്പിനോട് ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് എന്റെ ചെറുപ്പക്കാരാ വീരവാദം മുടക്കുന്നെങ്കിൽ അള്ള ചോദിക്കുകയാണ്, എടാ തെമ്മാടി, എടാ തെമ്മാടി, അൽഹാകുമുത് തകാബുർ ഏത് വരെയാണ് നിന്റെ നെഞ്ചിങ്ങനെ തിരിച്ചു നിൽക്കുക? ഹത്താ സുർതുൽ മകാബിർ ഈ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി
നിന്റെ മുഖത്തും മണ്ണ് വാരിയിടുന്നത് വരെയല്ലേ? അതുവരെ അല്ലാതെ നീ അഹങ്കാരം പറയോ? ഏതുവരെയാ? പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി നിന്നെ മനസ്സിൽ കിടത്തിയിട്ട് നിന്റെ സുന്ദരമായ മുഖത്തേക്ക് മണ്ണ് വാരിയിടുമ്പോ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയമ്മേ തണ്ണീരേടും ചേർത്ത് മണ്ണടിനാല് മറമാട് കാബർ ബഹുജോറിലേ, മറമാടും കാബർ ബഹുജോറിലേ. നിന്റെ സുന്ദരമായ മുഖം പള്ളിക്കാട്ടിലെ കബർസ്ഥാനിൽ മറന്നു കിടക്കുമ്പോ ഈ കാണുന്ന പാട്ടിൽ കാണുന്ന ഈ മനുഷ്യന്റെ സുന്ദരമായ മുഖത്തേക്ക് അവൻ മറന്നു കിടന്നാൽ അവന്റെ മുഖത്തേക്ക് വിടുന്നത് പുഷ്പങ്ങളല്ല. ഇവൻ മറന്നു കിടന്നാൽ അവന്റെ മുഖത്ത് വിടുന്നത് റീപ്പുകളല്ല, കല്ലും മണ്ണുമാണ് നിന്റെ വായിലേക്ക് അവൻ അടിക്കുന്നത്. ചാത്തമ്മാടി ഏതുവരെയാ നീ ഇത് പറയുക? പള്ളിക്കാട്ടിൽ നിന്നെ മലത്തിൽ കിടത്തുന്നത് വരെ അല്ലാഹു പറയുകയാണ് അല്ല നീ വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങളുടെ കിടപ്പ് നാളത്തെ സൂര്യോദയം കാണാമെന്ന് നീ വിചാരിക്കണ്ട. പുറകെ നീ നന്നായിട്ട് കാര്യം മനസ്സിലാക്കും, പുറകെ നന്നായിട്ട് നീ കാര്യം മനസ്സിലാക്കും, പുറകെ നീ പിന്നീട് കാര്യം മനസ്സിലാക്കും. എന്റെ മോനെ, ആർക്ക് വേണ്ടി 6 നിരപരാധികളെ രക്തം വീണ ഭീമാപള്ളിയുടെ തീരപ്രദേശത്ത് പിടഞ്ഞു വീണപ്പോ അവനാണ് കരാമക്കാരൻ എന്ന് ഇവിടുത്തെ സർവ്വ ആളുകൾ റിപ്പോർട്ട് ചെയ്യപ്പോ ആരാണ് സഹായിക്കാനുണ്ടായിരുന്നത്? ആർക്കാണ് രക്ഷണ്ടായിരുന്നത്? അള്ളവർക്കല്ല. നീ വിചാരിക്കുന്നത് പോലെയല്ല ഈ ദുനിയാവിന്റെ പോക്ക്. ഇതിനെ സൃഷ്ടിച്ചത് ഞാനാണ്, ഇതിനെ കൊണ്ടുപോകുന്നതും ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഈ ദുനിയാവ് അസലും മസൂബും ബിത്തൗമി, വിഷം പുരട്ട അമ്പാണ് എന്ന് നബി. വിഷം പുരട്ടിയ തേനാണ്, വിഷം പുരട്ടിയ തേനാണ് ദുനിയാവ്. ഈ വിഷം പുരട്ടിയ തേൻ നാക്കിൽ തൊട്ടിട്ട് നീ രുചിച്ചിട്ട് നടക്കാൻ ഇതിന്റെ ഉള്ളിൽ വിശ്വാസം നിനക്ക് അറിഞ്ഞുകൂടാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഏതുവരെ പള്ളിക്കാട്ടി മലത്തിൽ കടന്ന പിന്നെ ബിൽഗേറ്റ്സും ഞാനും ഒരേപോലെ. ബിൽഗേറ്റ്സ് നിങ്ങളും ഒരേപോലെയാ. കാരണം അവന്റെ മുഖത്തേക്ക് വീഴുന്നത് മണ്ണാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ ഒരു ബോധം മനസ്സിലുണ്ടാവും. ഈ ഒരു ബോധം അപ്പൊ ചോദിക്കും സ്ഥലം ദുനിയാവ് വേണ്ടേ? ഇവിടെ ദുനിയാവ് വേണം. വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, വേണ്ടേ? ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. വെള്ളം ഇങ്ങോട്ട് നോക്കി വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, ആഗ്രഹം വേണമെങ്കിൽ ദുനിയാവ് വേണം. പക്ഷേ വെള്ളം വള്ളത്തിൽ കയറാൻ പാടില്ല. വള്ളം സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം, പക്ഷെ വെള്ളം വള്ളത്തിൽ കേറിയ അല്ലേ? ഉസ്താദ് ദുനിയാവ് വേണം, വേണ്ടെന്നൊരു പറഞ്ഞ ദുനിയാവ് വേണം. പക്ഷേ വെള്ളത്തിന്റെ മീതെ കിടക്കാവൂ. വള്ളത്തിൽ വെള്ളം കയറാൻ പാടില്ല. ദുനിയാവ് നമ്മുടെ അകത്ത് കയറാൻ പാടില്ല. ദുനിയാവ് നമ്മുടെ വെളിയിലേക്കാവും. ദുനിയാവ് നമ്മുടെ ഉള്ളിൽ എപ്പോ വിടണമെന്ന് വിചാരിച്ച അപ്പൊ വിടണം. ഞാൻ ഇവിടെ നിർത്തിയിട്ട് പറയല്ലേ, നാളെ ഈ വാദം നിർത്തിയിട്ട് പ്രസംഗം നിർത്തിയിട്ട് ഒരു തൈക്കാമിന് പോയി സാദാ സീത ഇമാമാകണമെന്ന് തോന്നിയാൽ അതിന് പാകപ്പെട്ട മനസ്സുമായിട്ടാണ് ഞാൻ നിൽക്കുക. നിങ്ങൾ ആരും ഒരാണ്ട് ശങ്കിക്കണ്ട. ചില ആളുകൾ പറയുമ്പോൾ അവിടെ നല്ല സെറ്റപ്പിലല്ലേ ഇപ്പോൾ. ഞാൻ എൻ്റെ കൽബിനെ ഞാൻ പാകപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ? ഇന്ന് ഈ വാദം നിന്നു. നാളെ രാവിലെ 2000 രൂപ ശമ്പളത്തിന് ഒരു തൈക്കാവിൽ ഇമാമായിട്ടിരിക്കണം. പാകപ്പെടുത്തിയിട്ടാണ് നിൽക്കുക. അള്ളാഹുനാക്കി തരട്ടെ. അത് ഇതില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ കഴിയില്ല. പിന്നെ ഞാൻ ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോയി, എന്റെ ആഹ്റം നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. ദുനിയാവിൽ പോയോ? അള്ളാഹു ആരുടെ കയ്യിലും തരും, വാസിക്കന്റെ കയ്യിലും തരും, നല്ലവന്റെ കയ്യിലും തരും. തിരിച്ചേത് സമയത്ത് അവൻ എടുക്കും. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് ആ ചിന്ത നൽകട്ടെ. അള്ളാഹു പറഞ്ഞു അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നീ നരകത്തെ കാണുക തന്നെ ചെയ്യും. എന്തൊരു വാക്കാണ് ഖുർആൻ മനുഷ്യന്റെ ഹൃദയത്തിലോട്ട് ഇട്ടിച്ചതാണ്. ഈ ഒരൊറ്റ സൂറത്ത് പഠിച്ചാൽ മതി, പിന്നെ ഒരു മനുഷ്യ തമ്മാടിയാവില്ല. അള്ളാഹ് ചോദിക്കാതെ തമ്മാടി നീ എപ്പോഴും വരെയാണ് നെഞ്ചും പിരിച്ചിട്ട് ഞങ്ങളെ നന്നാക്കാൻ വന്നിരിക്കുന്ന? ഞങ്ങളിത് നിർത്താനാ. ഞങ്ങൾ നിർത്തില്ല. കാരണം
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതുവരെ ലതറവുന്നൽ ജഹീം, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകത്തെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും മാറ്റി നിർത്തുമാറാകട്ടെ. കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് അല്ലാഹു നാം ഏവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിൽ ജീവിക്കുമ്പോ 4 കാര്യങ്ങൾ ഓർക്കണം. ഒരൊറ്റ ഹദീസ് മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ഇവിടെ നിങ്ങളോ പറയുന്ന കറക്റ്റായിരിക്കും. അല്ലാഹു നമ്മെ ആക്കി തരട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിഴലിനെ കുറിച്ച് പറഞ്ഞ ഒരു ഉപമയുണ്ട്. എന്തോ ക്ലാസ് കഴിച്ചു നോക്കിയായിട്ട് ഇപ്പൊ ഒന്നും കൊടുക്കണം. അവിടെ മതി, ദുനിയാവ് വേണ്ടെന്നല്ലേ പപ്പ ചായ കുറച്ച് ഞാൻ ഒരു വ്യക്തി പാകപ്പെടുത്തിക്കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ ചായ കുറച്ചായിട്ട് വന്നാൽ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. അവസാനം നമ്മൾ നന്നായിട്ടൊന്ന് ദുആ ചെയ്ത്, വെള്ളിയാഴ്ച ഒത്തിരി നാളായി നമ്മൾ ഒന്നിച്ചിരുന്ന് ദുആ ചെയ്തിട്ട് ഒന്ന് ദുആ ചെയ്ത് ചായ കുടിച്ചിട്ട് നമ്മൾ പോകും. പക്ഷെ അതിനു മുമ്പ് ഒരു 4 കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ്. പക്ഷെ അത് ചെയ്യൂലേ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്റെ പൊന്നു സഹോദരിമാരെ, ഈ പോക്കങ്ങൾ അവസാനിപ്പിക്കണം. ഞാൻ നന്നാവാനാണ്. ഞാൻ ഈ മിനി സ്കേർട്ടും ഇട്ട് അരയ്ക്ക് റിപ്പോർട്ടില്ലാത്ത വസ്ത്രം ധരിച്ച് ഞാൻ ഇങ്ങനെ നടക്കും. കക്ഷത്തിൽ ഒരു ബാഗ് തൂക്കി. മയ്യത്ത് കാണാൻ പോണ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗ് ഉണ്ടാവും. എന്തിനാണ് അല്ലാഹു? മരിപ്പ് വീട്ടിൽ മയ്യത്ത് കാണാൻ പോവാ പെണ്ണ്, ആ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗ് തൂക്കിയിട്ടുണ്ടാവും. ആ ബാഗിന്റെ അകത്തോട്ട് ഒന്നും ഉണ്ടാവൂല. താനും ഇതെന്തിനാ തൂക്കിയിരിക്കണമെന്ന് അല്ലാഹു അല്ല. മയ്യത്ത് കാണാൻ പോവാ, അപ്പഴും കക്ഷത്തുന്ന ഒരു ബാഗ്. ഇതെന്തിനാ? ഒരു ഭ്രമമാണിത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതൊരു കക്ഷത്ത് ബാഗില്ലെങ്കിൽ ഞാൻ അടാവില്ല. 4 പേര് നോക്കി കൊള്ളാവുന്നുള്ള കക്ഷത്തിലൊരു വാനിറ്റി ബാഗില്ലെങ്കിൽ മയ്യത്ത് വീട്ടിൽ വന്നിരിക്കുന്ന ആളുകൾ എന്ത് വിചാരിക്കും? ഒരു ബാഗ് ഒരു കക്ഷത്തിൽ. അപ്പൊ മയ്യത്ത് കാണാൻ പോണ പെണ്ണിന്റെ കക്ഷത്തിൽ ഒരു ബാഗുണ്ട്. ഇത് പടിഞ്ഞാറിന്റെ സംഭാവനയാണ്. കാരണം പടിഞ്ഞാറിന്റെ പെണ്ണിന്റെ കയ്യിൽ എപ്പോഴും ഒരു ചെറിയ ബാഗ് ഉണ്ടാവും. അതിനകത്ത് എന്താന്നുള്ള കാര്യം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറയുന്നില്ല. അത് അവൾക്ക് വഴിയരികിൽ മുഴുവനും ആവശ്യം വരുന്ന സാധനമായിരിക്കും. അതുകൊണ്ട് അതിനാണ് പടിഞ്ഞാറ്റിലെ പെണ്ണ് കയ്യിലൊരു ചെറിയ ബാഗ് എപ്പോഴും ഉണ്ടാവും. അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അത് കണ്ടിട്ട് ഈ പാവം പച്ചപ്പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ പച്ചപ്പൊട്ടി പൊട്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെന്ത് പൊട്ടിയാ? പച്ചപ്പൊട്ടി. അല്ലാതെ പിന്നെ എന്തിനാ വിളിക്കുക? പെണ്ണ് വൈകുന്നേരം 7 മണിക്ക് ചായ നിൽക്കുമ്പോ ടിവിയിൽ സീരിയലി വരും. ആ സീരിയലി വരുന്ന പെണ്ണ് കണ്ണിൽ ഗ്ലിസറിൻ വെച്ചിട്ടാണ് അവള് കരയണം, അല്ലേ? സാരി കൊടുത്ത് ഇപ്പോഴത്തെ ഒരു സീരിയൽ അഭിനയിക്കുന്ന പെണ്ണിന് 500 സാരി ഉണ്ടെന്നാണ്. എന്റെ മോൻ 1 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ സീരിയൽ, അവന് 8 വയസ്സായി. ആദ്യത്തെ സംവിധായകൻ മരിച്ചപ്പോയാലും മോനാ സംവിധായകൻ. സീരിയലെ കൊണ്ടാലും അതിൽ അഭിനയിക്കുന്ന ഒരു പെണ്ണിന് മിനിയാന്ന് സപ്ലിമെന്റിൽ കണ്ടത് അവക്ക് 500 സാരി ഉണ്ടെന്നാണ്. 500 സാരി ഒരു സാരി കൊടുത്ത് മുഖത്ത് പൗഡർ തേച്ച് കണ്ണില് ഗ്ലിസറിൻ തേച്ചിട്ടാണ് സീരിയലിലെ പെണ്ണിരുന്ന് കരയുന്നത്. നീ ഭീമാപ്പള്ളിയിൽ 24 ഇഞ്ചിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവള് ഗ്ലിസറിൻ തേച്ച് കരയുമ്പോ നീ കൂടെ പച്ചപ്പൊട്ടി. അല്ലാതെ എന്താ പറയുക? പെണ്ണുങ്ങൾ വിചാരിക്കും ഇമാതിരി ദുവാ ചെയ്ത് അത് കേൾക്കാൻ വന്ന് ഓണിപ്പടി കയറി മോളിൽ കയറി ഇരുന്നിട്ട് അയാൾ നമ്മളെ പച്ചപ്പൊട്ടി എന്ന് വിളിച്ചിട്ടുണ്ട്. ആ പച്ചപ്പൊട്ടികളെ വിളിച്ചിട്ടുണ്ട്. പൊട്ടികൾ അല്ലാത്തൊന്നും പൊട്ടികളല്ല. ഈ പൊട്ടി പൊട്ടി അപ്പൊ പച്ചപ്പൊട്ടികൾ അല്ലെങ്കിൽ പിന്നെ അവളത് കണ്ടിട്ട് കരയും. അവള് ക്രിസ്ത്യൻ വെച്ചിട്ട് കരഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അതുകൊണ്ട് വെറും ഒരു പച്ചപ്പൊട്ടിയാവാതെ പടിഞ്ഞാറിന്റെ ആവിഷ്കാരത്തിന്റെ പെണ്ണായി മാറാതെ അവള് വാനിറ്റി ബാഗ് ചുമച്ചു. എടാ നീ പച്ചപ്പൊട്ടൻ. നമുക്ക് ദുനിയാവിങ്ങനെ കാണാൻ ഇങ്ങനെ വന്നിട്ട് പാട്ടിന്റെ അകത്തോട്ട് കയ്യങ്ങനെ ഇൻ ചെയ്തിട്ട് കച്ചവടമൊക്കെ കൊണ്ടേ. ഏതായാലും റൂമിന്റെ വരുമാനമൊക്കെ കൂടുമ്പോ കറക്റ്റാണ്. എടാ പൊട്ട, നീ എന്തിനാണ് പോക്കറ്റിൽ കൈയിട്ടത്? അത് അമേരിക്കക്കാണ് ഇട്ടതാണ്. അവിടെ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് അവരുടെ കൈക്ക് തണുപ്പേക്കാതെ അവൻ പാട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ടതാ. നമ്മളത് കണ്ടിട്ട് നമ്മളിപ്പോഴും നമുക്ക് അവൻ മതി. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, കേരളത്തിൽ ആകെ ഏത് ടൗണിൽ നോക്കിയാലും 2 പരസ്യമാണ് കൂടുതൽ. ഒന്ന്
UK പഠിക്കാൻ അവസരം. നമുക്ക് തിരുവനന്തപുരം മൊത്തം എയർപോർട്ടിലാണ് UK. എൻ്റെ മോനെ UK വിട്ട് പഠിപ്പിക്കണം. അവൻ ആരിഫായി, ഔലിയായി. രണ്ടാമത് പിന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന പരസ്യം മൂലക്കുരു ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്താം. ഈ രണ്ട് പരസ്യമാണ് കേരളത്തിൽ കൂടുതൽ. അതൊരു ധാരണയാണ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ സതുപദേശം ഏതെന്നറിയുമോ? സതുപദേശം പറയാൻ വേണ്ടി മാത്രം വന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആകർ ഹലീമാ മേരാ ഘർ മേ ഖൈറുൽ വറാ ഗയാ ഹേ യേ ഖേതി കി ഘർ ആകർ ഹലീമാ മേരാ ഘർ മേ ഖൈറുൽ വറാ ഗയാ ഹേ. അങ്ങനെ നിന്ന് പാവപ്പെട്ടവളായ ഹലീമത്ത് സഅദിയ മദീനയിലേക്ക് വന്നപ്പോ, മക്കയിലോട്ട് വന്നപ്പോ ഏതൊരു പ്രിയപ്പെട്ട മകനെ തന്നെ മാറിടത്തോട്ട് ചേർത്ത് വെച്ചപ്പെടാറോ പാല് ചുരത്താത്ത ഒട്ടകത്തിന്റെ അകടില് പാല് ചുരത്തപ്പെട്ട പറക്കത്തിന്റെ ഉടമസ്ഥന്റെ വാക്കുകൾ എന്റെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഈ ഭീമാപള്ളിയിൽ ഓരോ കൊട്ടാരത്തും കുടിലേക്കും ഹബീബായ നബിയുടെ ഒരൊറ്റ വാക്ക് കടന്നു വന്നാൽ നിങ്ങൾ ആഖിറത്തിന്റെ സുൽത്താന്മാരാണ്, നിങ്ങൾ ദുനിയാവിന്റെ നിഴലിന്റെ പ്രണയിതാക്കളല്ല. അതേതെന്നറിയുമോ? ലോകത്ത് മുഴുവനും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അടിവരയിട്ടിട്ട് അഹ്മദ് കബീറിന്റെ വാക്ക് കേൾക്കുമ്പോ അടിവരയിട്ടിവിടെ നിന്ന് മനസ്സിലാക്കിയിട്ട് പോകണം. ഈ ദുനിയാവ്, ഈ നിഴല്, ഈ ദുനിയാവ് സിജ്നുൽ മുഅ്മിനി, ഒരു സത്യവിശ്വാസിയുടെ ജയിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരൊറ്റ ഹദീസ് ഞാൻ പറയും നിഴലുമായിട്ട് ബന്ധപ്പെട്ട്. നിഴലിനെ രണ്ട് കാര്യത്തോട് ഉപമിച്ചിട്ട് നബിയങ്ങൾ. ഒന്നാമത്താണ് നമ്മൾ പറയുന്നത്, ഒന്നാമത്തത് ദുനിയാവാണ്. ഈ ഒരൊറ്റ ഹദീസ് മാത്രം പഠിച്ചാൽ മതി. ജീവിതത്തിൽ ഒരു 3/4 ഭാഗം മുത്തക്കിയാവാൻ പറ്റും. പൂർണ്ണമാവാൻ പറ്റും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് നിങ്ങൾക്കും അവിടം വരെയൊക്കെ എത്താൻ വലിയ പാടാണ്. അങ്ങനെയൊക്കെ എത്തണമെങ്കിൽ ഒരു വലിയ ഹിമ്മത്ത് വേണം. അല്ലാഹു അതൊക്കെ തരട്ടെ. ഒരു സഹാബി മദീനത്തൂടി നടന്നുപോയി. ഒരു സുന്ദരിയായ പെണ്ണ് മുമ്പിലൂടെ പോയി. ആ പെണ്ണിനെ അറിയാതെ നോക്കിപ്പോയി. ആര്? സഹാബി. എന്ന് വെച്ചിട്ട് ആളുകൾ നോക്കാതിരിക്കരുത്. പെട്ടെന്ന് പടച്ചവനെ പേടി വന്നു. ആ പെണ്ണിനെ അറിയാതെ നോക്കി ആഗ്രഹിച്ചു പോയി. പെട്ടെന്ന് പടച്ചവനെ പേടി വന്നു. നേരെ പള്ളിയിലോട്ട് പോയപ്പോ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലിരിക്കുകയാണ്. പോയിപ്പോ അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ. ആ സമയത്ത് സലാം എന്നായിട്ട് മടക്കിയില്ല. എന്റെ അമീറുൽ മുഅ്മിനീൻ സലാം എന്നായിട്ട് മടക്കാത്തതെന്താ? ആഖിറത്തിന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കുകയാണ്. വ്യഭിചാരത്തിന്റെ അടയാളം നിന്റെ മുഖത്താണെങ്കിൽ വരച്ചു വെച്ചിട്ടുണ്ട്. സലാം മടക്കിയില്ല. പറഞ്ഞു വളച്ചിലൊക്കെ ആഗ്രഹത്തിന്റെ ആളുകളാണ്, ഭയങ്കര നിസ്കാരവും നോമ്പുമൊക്കെ തന്നെ. പക്ഷെ ആഖിറത്തിൽ മുഖത്ത് പച്ച വ്യഭിചാരത്തിന്റെ അടയാളം വിട്ട് കാണാൻ കഴിയും. സഹാബി ഞെട്ടിപ്പോയി. സംഭവം നടക്കുന്ന റോട്ടിൽ പറയുന്നത് വെച്ച് ഇതാണ് മഹാമാര് പറയണ. പള്ളിയിൽ പോയപ്പോ വലിയ നിസ്കാരക്കാരനൊക്കെ ആഖിറത്തിൽ വ്യഭിചാരത്തിന്റെ അടയാളം മുഖത്ത് കാണുന്നുണ്ട്. ആ സമയത്ത് ഈ സഹാബി ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, എന്താ അമീറുൽ മുഅ്മിനീൻ അനസൽ വബി ബഅദ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം വഹി വരുന്നുണ്ടോ? എങ്ങനെയാ മുടിൽ വെച്ചൊരു പെണ്ണിനെ ഞാൻ നോക്കിയ കാര്യം എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? അമീറുൽ മുഅ്മിനീൻ അനസൽ വഹി ബഅദ റസൂലുള്ളാഹിക്ക് ശേഷം വഹി വരുന്നില്ല. ഞാൻ റോട്ടി വെച്ച് കണ്ട കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അപ്പൊ അറിയാതൊരു സഹാബി ഹജ്ജിന് പോയി. ഒരു സുന്ദരിയായ പെണ്ണ് ഹജ്ജിന്റെ മസല ഒരിക്കാൻ നബിയുടെ അടുക്കൽ വന്നു. അടുത്തൊരു സഹാബി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സഹാബി പെണ്ണിനെ നേരെ നോക്കി. ഹബീബായ റസൂലുള്ള മസ്തല പറഞ്ഞ കൂടെ സഹാബിയുടെ മുഖത്തോട്ട് ഇട്ടു, ഇങ്ങോട്ട് ഇട്ടു. സഹാബിയുടെ മുഖത്തോടിച്ച് അങ്ങോട്ട് നോക്കി. റസൂലുള്ള പിടിച്ച് ഇങ്ങോട്ട് ഇട്ടു. നല്ല സ്ഥലവും. അപ്പോ അത്രയുമൊക്കെ നമ്മൾ എത്തണമെങ്കിൽ കണ്ടാലുടനെ
ഒരു പച്ച മനുഷ്യനായിട്ട് നമ്മൾ പറയുക, എനിക്ക് നിങ്ങളുടെ മുന്നിൽ വിലായത്തിന്റെ പദവിയൊന്നും വേണ്ട, എനിക്കൊട്ട് മഹാനാവുകയും വേണ്ട, നിൽക്കണമൊക്കെ അങ്ങോട്ട് പോയാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ട ഉടനെ പടച്ചവനെ ഇതിന്റെ ആഹ്റത്തിന് തടസ്സമാവില്ലോ നോക്കിട്ട് കണ്ണ് വലിക്കാൻ മാത്രമൊന്നും ഈമാൻ എനിക്ക് നിങ്ങൾക്ക് എത്തിയിട്ടില്ല. അള്ളാഹു എത്തിക്കട്ടെ, അള്ളാഹു എത്തിച്ചു തരട്ടെ ഇവിടം വരെ. പക്ഷേ ഈ ഹദീസ് മാത്രം ഒന്ന് പഠിച്ചാൽ ഒരു 70% മുഅ്മിനാവാൻ പറ്റും, 100% പറ്റും എന്ന് പറയും. അള്ളാഹു നമ്മൾ അവിടെ വരെ എത്തിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അള്ളാഹുവിനെ എത്തിക്കട്ടെ. നമ്മൾക്ക് വീണ്ടും കഴിയില്ല. കണ്ടാൽ ഉടനെ ഇതെന്റെ സ്വർഗത്തിന് തടസ്സമാണല്ലോ എന്ന് പറഞ്ഞ് കണ്ണ് പിൻവലിക്കണമെങ്കിൽ അവൻ അവിടം വരെ എത്തും. അത് നാവിന്റെ പ്രസംഗം കൊണ്ട് കഴിയില്ല, അത് കൽവിന്റെ വെളിച്ചം കൊണ്ടേ കഴിയൂ. അള്ളാഹു നാവിന്റെ പറച്ചിൽ കൽവിന്റെ വെളിച്ചമാക്കി അള്ളാഹു തരട്ടെ. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, ഈ ദുനിയാവ് നമ്മുടെ ജയിലാണ്. അവിശ്വാസിയുടെ വെടി വെച്ചവൻ സ്വർഗത്തിലാണ്, വെടി കൊണ്ടവൻ ദുനിയാവിന്റെ നരകത്തിലാണ്. മനസ്സിലായില്ല? ഈ ദുനിയാവ് സത്യവിശ്വാസിയുടെ ജയിലാണ്, അവിശ്വാസിയുടെ സ്വർഗമാണ്. അവന് അധികാരികൾ അവന്റെ കൂടെയാണ്, പോലീസ് അവന്റെ കൂടെയാണ്. അവന് എന്നിട്ട് മനുഷ്യന്മാരെ അവന് സ്വർഗം. നമുക്കിപ്പോഴും നരകമാണ്, നമുക്കിതെപ്പോഴും ജയിലാണ്, നമ്മൾ ജയിൽവാസിയാണ്. അള്ളാഹുവിനാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, അള്ളാഹുവിനാക്കട്ടെ. ഇത് ദുനിയാവിൽ ഈ നിഴലിൽ നമ്മളാരാ? തടവില്ല, ജയിൽവാസിയാ. ജയിൽവാസിക്ക് 4 ഗുണങ്ങൾ ഉണ്ടാവും. എത്ര ഗുണം? ജയിൽവാസിക്ക് 4 ഗുണങ്ങളുണ്ട്. ഒരു തടവ് പുള്ളിയുടെ 4 ഗുണം സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾക്കും എനിക്കും ഉണ്ടായാൽ നമ്മൾ രക്ഷപ്പെടും. പറയട്ടെ. നിഴലിന്റെ പ്രണയോട് അവസാനിപ്പിക്കട്ടെ. നിഴലിനെ പ്രണയിക്കുന്നെങ്കിൽ ആ നിഴലിനെ പ്രണയിക്കുന്നവർക്ക് 4 അടിസ്ഥാന യോഗ്യത ഉണ്ടാവും. പ്രണയമുണ്ട്, എനിക്ക് ആ പെണ്ണിനെ ഇഷ്ടം, കെട്ടിച്ചേരാൻ പറയും, പെണ്ണിന്റെ വാപ്പാന്ന് പറയും, പോയി സ്വന്തമായിട്ട് ജോലി ഉണ്ടാക്കിയിട്ട് വരാൻ പറയും. അപ്പൊ നിഴലിനെ സ്നേഹിക്കുന്നെങ്കിൽ ആ നിഴലിനെ പ്രണയിക്കുന്നവർക്ക് എത്ര ഗുണം ഉണ്ടാവണം? 4. നീ ഇവിടുത്തെ ജയിൽവാസിയാണ്. പൂലപ്പുര സെൻട്രൽ ജയിലിലെ തടവ് പുള്ളിയുടെ ഗുണം എന്താ? ചപ്പാത്തി ഉണ്ടാക്കലല്ല, അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വിൽക്കലല്ല. ജയിൽവാസിക്ക് 2 ഗുണം, 4 ഗുണമുണ്ട്. 1 ഇത്താഅത്ത്. അതുകൊണ്ടാണ് ഞങ്ങൾ ജയിൽവാസിയോട് നമ്മെ ഉപമിച്ചത്, ദുനിയാവിൽ താമസിക്കുന്നവരോട്. 1 ഇത്താഅത്ത്, വഴിപ്പെടുക. ജയിൽവാസി എത്ര വലിയവനാണെങ്കിലും, ഇനി സാക്ഷാൽ സ്വർണം കടത്തിയ വയസ്സാണെങ്കിലും, ജയിലിൽ പോയാൽ ജയിൽ വാർഡനെ അനുസരിച്ചേ പറ്റൂ. ജയിൽവാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അനുസരിക്കുക. സമയത്ത് പ്ലേറ്റ് മുട്ടും വന്ന് കഴിക്കുക, കുന്താലി എടുത്തു കൊടുത്താൽ വെട്ടുക. അതിപ്പോ കാലിത്തീറ്റയിൽ പോയ ലാലുവായിട്ട് കാര്യമില്ല. ലാലു പ്രസാദിന്റെ ഇനി ജോലി 18 വർഷം മുമ്പ് പ്രോസിക്യൂട്ട് ചെയ്ത ആൾ, 18 വർഷം മുമ്പ് ശിക്ഷ വിധിക്കാൻ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ട ആളാണ് ലാലു പ്രസാദ് യാദവ്. 18 വർഷം മുമ്പ് പ്രോസിക്യൂട്ട് ചെയ്തിട്ടും അയാളെ ശിക്ഷിച്ചത് ഇപ്പോഴാണ്. മസൂദ് അല്ലെ, എംപിയുടെ പേരെന്താ? ഇപ്പൊ ജയിലിൽ പോയ എം പി റഷീദ് മസൂദ്. 44-ാമത്തെ വയസ്സിലാണ് അയാൾ കുറ്റം ചെയ്തത്. അയാളെ ശിക്ഷിക്കുന്നത് 85-ാമത്തെ വയസ്സിലാണ്, 41 വർഷത്തിന് ശേഷം. അയാൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കണമെങ്കിൽ അയാളുടെ യൗവനത്തിലാണ് അയാൾ ജയിലിൽ കിടക്കേണ്ടത്. ഇനി എല്ലാ ചോരനീരും വെച്ചിട്ട് 41 വർഷം ഇനിയല്ല ചെയ്യേണ്ടത്. ഇതാണ് ദുനിയാവിന്റെ കോടതിയുടെ പരിമിതി. ലാലു പ്രസാദ് ഭാര്യ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ലാലു പ്രസാദ് ജയിലിൽ കിടക്കണം, അതാണ് നീതി. ഇത് ദുനിയാവിന്റെ കോടതി ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഈ ലാലുവാണെങ്കിലും ഈ താഴ്ത്തു വേണം. ജയിൽവാസിയുടെ 1ാമത്തെ ഗുണം എന്താ? ജയിൽവാസിയെ പോലെ ആകണ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത്താഴത്ത് വഴിപ്പെടണം. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ വഴിപ്പെടണം. ആരെയാ വഴിപ്പെടേണ്ടത്? അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിപ്പെടണം. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ നമുക്കും എനിക്കും ഉണ്ടാകേണ്ട 1ാമത്തെ ഗുണം ഇത്താഅത്തുല്ലാഹ് വ റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുക. എന്നാലേ സഹോദരങ്ങളെ ജയിക്കാൻ കഴിയൂ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ കടലിന്റെ തിരമാലകളുടെ മുകളിലേക്ക് ജീവിക്കാൻ വേണ്ടി വള്ളത്തിന്റെ വിലയും കാത്തിരിക്കുന്ന ഈ
തീരദേശ പ്രവാസികളോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുക. കടലിന്റെ തിരമാല നിന്റെ കാൽപ്പാടത്തിന്റെ ചുവട്ടിലാണ്, ഈ കടൽ പോലും നിന്റെ കാൽപ്പാടത്തിന്റെ ചുവട്ടിലാ. ബഹുമാനപ്പെട്ട അലായിബ്നു ഹറമി റളിയല്ലാഹു അൻഹു ബഹ്റൈനിലേക്ക് പോവുകയാണ് 3000 സഹാബത്തുമായി. കടൽ തീരത്തെത്തി, കടൽ കടക്കാൻ കപ്പലില്ല. സഹാബത്ത് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എങ്ങനെയാണ് കടൽ കടക്കുക? ഓ സമയത്ത് പറഞ്ഞ്, നമുക്കെന്താ കടലിനെ പേടി, നമുക്കെന്താ കടലിനെ പേടി. വലങ്ങനെ അസ്ഹാബു റസൂലില്ലാഹ്, നമ്മുടെ ഹബീബായ നബിയുടെ സഹാബത്തല്ലേ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുതിരയുടെ മുൻകാലെ കടലിൽ ഇറക്കുക, പിൻകാലെ കടലിന്റെ തീരത്ത് വെക്കുക, എന്നിട്ട് നിങ്ങളെല്ലാവരും കണ്ണടക്കുക. എല്ലാവരും കണ്ണടക്കി. സഹോദരങ്ങളെ, കടലിനോട് മല്ലിടുന്നവരെ, കടലിനോട് മല്ലിടുന്നവരെ, കടലിന്റെ തിരമാലകളോട് ജീവിക്കാൻ പാടുപെടുന്നവരെ, പള്ളിയുടെ നിവാസികളെ, കടൽ തിരമാല നിന്റെ മകളുടെ താഴെ അനുസരണയോടെ നിൽക്കും. എപ്പോഴെന്നറിയോ, ഈ താഴ്ചയുണ്ടായാൽ എല്ലാവരും കണ്ണടച്ചു. ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് ഒരൊറ്റ ദിക്ർ ചൊല്ലി, യാ അലീം യാ ഹലീം യാ അലീം യാ ഹലീം യാ ഹലീം യാ ഹലീം യാ ഹലീം. ദിക്ർ ചൊല്ലിക്കഴിഞ്ഞു. സഹാബത്തിനോട് പറഞ്ഞ്, കണ്ണു തുറന്നു കൊള്ളുക. ഞങ്ങളെ കണ്ണു തുറന്നു നോക്കിയപ്പോ ഞങ്ങളുടെ കുതിരകള് ബഹ്റൈനിലെത്തിയിരുന്നു. പള്ളിക്കാരെ ജയിൽവാസിയാവണം, ഇത്താത്തുണ്ടാകണം. തിരമാലയുടെ മുമ്പിൽ നിന്ന് നീ ദിക്ർ ചൊല്ലിയാൽ, മോനെ വഞ്ചി ഉണ്ടെങ്കിൽ കപ്പലുണ്ടെങ്കിൽ കപ്പലിൽ സഞ്ചരിച്ചാൽ 1 മാസം കഴിഞ്ഞേ ബഹ്റൈനിൽ എത്തുകയുള്ളൂ. കപ്പലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര പെട്ടെന്ന് എത്താൻ കഴിയുമായിരുന്നില്ല. 10 ദിക്ർ ചൊല്ലി തീരേണ്ട താമസം ഈ കടലിൽ കിടന്ന് ബഹ്റൈനിലെത്തി. അസ്ഹാബു റസൂലില്ലാഹ് വഴിതെറ്റിയ സഫീന റളിയല്ലാഹു തആല നടന്നു പോകുമ്പോ വായി പിളച്ചുകൊണ്ട് സിംഹം കുതിച്ചു ചാടി. തന്നെ കടിക്കാൻ വരുന്ന സിംഹത്തോട് സഫീന പറഞ്ഞു, കിഫി അസദി കിഫി കിഫി, ഓ മൃഗരാജനെ, കിഫി നിൽക്കുക നിൽക്കുക നിൽക്കുക, അനഖാദിമു റസൂലില്ലാഹ്, ഞാൻ ഹബീബായ നബിയുടെ സേവകനാണ്, എന്നെ തൊട്ടു പോകരുത്. ആ സിംഹക്കുട്ടി മുമ്പിൽ നടന്നു. അദ്ദേഹത്തിന്റെ 2 കാലും നാട്ടിൽ കൊണ്ടുപോയി വെക്കുന്നത് വരെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ സിംഹക്കുട്ടി മുമ്പിൽ നടന്നു. അതുകൊണ്ട് ഒന്ന് ഇത്താഅത്തുണ്ടാകണം. ആരനുസരിക്കണം? ആരനുസരിക്കണം? അല്ലാഹുവിനെ റസൂൽ അനുസരിക്കണം. ആ തിരമാലയുടെ മുമ്പിൽ പോയിട്ട് നീ ദിക്ർ ചൊല്ലിയ, ദിക്ർ പറഞ്ഞൂടെ, യാ അലീമു, പറമച്ചന്മാരെ യാ അലീമു യാ അലീമു യാ ഹലീം 10 പ്രാവശ്യം ചൊല്ലിയ, അപ്പൊ ശ്രീലങ്കയിൽ പോവാം, സിലോണിൽ പോവാം. ചിരിച്ചിട്ട് കാര്യമില്ല. ഇബ്നു തൈമിയ്യ പോലും അൽ മുഅ്ജിസാത്തുൽ കറാമയിൽ സംഭവം പറയുന്നുണ്ട്. ഇബ്നു തൈമിയ്യ പോലും എന്തുകൊണ്ട്, ഇപ്പൊ നിങ്ങളുടെ ചിന്ത എന്താണെന്നറിയാവോ? പടച്ചോനെ, നാളെ ഇപ്പൊ പൈസ ഒന്നും വേണ്ടല്ലോ, ഉള്ള പൈസ മൊത്തത്തിൽ വെച്ചിട്ട് അവിടെ പോയിട്ട് യാ അലീം യാ ഹലീം പറഞ്ഞാൽ ആരും അറിയാതെ സൗദി പോയി സാധനം മേടിച്ച് കസ്റ്റംസിനെ കാണാതെ ഇവിടെ കൊണ്ട് വിൽക്കാം. ചിന്ത മിക്കവാറും അങ്ങനെ ആയിരിക്കും. മോനെ കഴിയും. എപ്പോ 10 ദിക്ർ ചൊല്ലിയപ്പോ കപ്പൽ പോകുന്നതിന് അപ്പുറം പോയിട്ട് വന്നു. ഇത് കെട്ടുകഥ, ഇത് അഹമ്മദ് ഒരു പച്ചക്കിത്താവ് നോക്കിയിട്ട് പറയണല്ല. അൽ മുഅ്ജിസാത്തുൽ കറാമിൽ ഇബ്നു തൈമിയ്യ പോലും പറയുന്നുണ്ട്, കഴിയും. ചങ്ങനാവും. അല്ലാഹു അങ്ങനെ ആക്കട്ടെ. 2 രണ്ടാമത്തെ ഒരു ജയിൽവാസിയുടെ രണ്ടാമത്തെ അടയാളം അൽക്കനാ, തടവ് പുള്ളി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാണ്. നീ ദുനിയാവിലെ തടവ് പുള്ളിയാണ്. അള്ളാഹു നിനക്ക് എന്താണോ തന്നത് ആ തന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുന്നവരാകണം. അള്ള തന്നത് ചറ്റപ്പുരയാണോ, അതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. പലിശ മേടിച്ചിട്ട് വലുതാകാൻ തോൽക്കരുത്, ചീട്ട് കളിച്ചിട്ട് വലുതാകാൻ നോക്കരുത്. ജയിൽ പുള്ളിയുടെ രണ്ടാമത്തെ ഗുണം, അവൻ ജയിലിൽ കൊടുക്കുന്ന ഭക്ഷണം എന്താണ് അത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്. ജയിൽ പുള്ളിയുടെ രണ്ടാമത്തെ ഗുണം അൽക്കനാ. ഹബീബായ നബി പറഞ്ഞു, സമയമില്ലാത്തത് കൊണ്ട്
പെട്ടെന്ന് പറയുകയാ, നീ അല്ലാഹു നൽകിയ കുറച്ചുകൊണ്ട് നീ തൃപ്തിപ്പെട്ടാൽ നീ കുറച്ചമല് ചെയ്താൽ അത് അല്ലാഹുക്ക് തൃപ്തിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പഠിക്ക്, പാഠം പഠിക്ക്. അള്ള നിനക്ക് ഇത്തിരിയെ തന്നുള്ളൂ, നീ അതുകൊണ്ട് തൃപ്തിപ്പെട്ടു. എന്നാൽ അള്ളാഹ്ക്ക് വേണ്ടി ഇത്തിരിയെ ചെയ്തുള്ളൂ, അള്ളാഹ് തൃപ്തിയാ. എനിക്ക് അള്ളാഹ് തന്നില്ലല്ലോ, ഇനി തന്നെ അത്യാഗ്രഹമൊന്നുമില്ല. അള്ള തന്നിട്ട് ആ കടലോരത്തൊരു കൊച്ചു വീട്, അല്ലെങ്കിൽ ഒരു മുറുക്കാൻ കച്ചവടം, പടച്ചോനെ നീ എനിക്കിത് തന്നതാണ്, ഞാൻ തൃപ്തിപ്പെട്ടു. അപ്പൊ നീ ചെയ്യുന്ന ചെറിയ അമല് കൊണ്ട് അള്ളാഹു എത്ര കാരുണ്യവാനാ നീ ചെയ്യുന്ന. അപ്പൊ കൂടുതലുള്ളവൻ കൂടുതൽ ചെയ്യേണ്ടി വരും, കൂടുതൽ ചെയ്യേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, കൂടുതലുള്ളവൻ കൂടുതൽ ചെയ്യേണ്ടി വരും. ഇപ്പൊ ഇവിടത്തെ ഒരു തൈക്കാവിലെ ഇമാമ് 6000 രൂപ ശമ്പളം, അദ്ദേഹം തോന്നുന്നു വിചാരിച്ചാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ മതിയാവും. പക്ഷെ ജുമയ്ക്ക് വേണ്ടി മാത്രം വന്നിട്ട് ഇത്രയും ശമ്പളം മേടിക്കണേ, ഞാൻ 4 റക്അത്ത് നിസ്കരിക്കേണ്ടി വരും. കാരണം എന്താ, ഉള്ളവനനുസരിച്ച് കൂടുതൽ ചെയ്യണം. കുറച്ച് ജൈവാസിയുടെ രണ്ടാമത്തെ അടയാളം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അള്ളാഹു തന്നത് എന്താണ്, അതുകൊണ്ട് തൃപ്തിപ്പെടുക. അള്ളാഹു നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉള്ളവർക്കാണ് പിന്നെയും കാണുന്നൊരാഗ്രഹം. അള്ളാഹു മാറ്റി തരട്ടെ. എന്നാൽ ഉള്ളവരെല്ലാവരും അങ്ങനെയല്ല. ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രമുഖനായ പണക്കാരനാണ് M.A. യൂസുഫ് അലി. അള്ളാഹു ആരോഗ്യത്തിന് പൈസ നൽകട്ടെ. അദ്ദേഹവുമായി അടുത്ത ആളുകൾ ചില ഗുണങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന് പണം കണ്ടിട്ടല്ല, അടുത്ത ആളുകൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ അദ്ദേഹത്തിന് കുറച്ച് ഗുണമുണ്ട്. എവിടെയാണോ ബാങ്ക് വിളിക്കുക അവിടെ നിസ്കരിച്ചിരിക്കും. ബാങ്ക് വിളിച്ചാൽ പിന്നെ യാത്ര ചെയ്യും. അദ്ദേഹത്തിന് അടുക്കൽ ഒരു ഫംഗ്ഷന് പോയാൽ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗുണമാണ്. അദ്ദേഹം പറയും, അസറിന് ശേഷം വരാം, മഗ്രിബിന് ശേഷം വരാം, അല്ലെങ്കിൽ സുബൈക്ക് ശേഷം ആയിരിക്കും. നമ്മൾ പറയും, ഒരു മോലാലിയുടെ അടുക്കൽ പോയിട്ട് ഒരു ഉൾക്കാരണം വരുമോ, ആഫ്റ്റർ 4 o'clock, ബിഫോർ അല്ലെങ്കിൽ 4, നിങ്ങൾക്ക് തെറ്റായിരിക്കും, ശരിയാണ്. അപ്പോ സുബൈക്ക് ശേഷം, അസറിന് ശേഷം, അതൊരു ജീവിതത്തിന്റെ ചിന്തയാണ്. ഞാൻ പറയും അസറിന് ശേഷം, പലപ്പോഴും ഞാൻ പറയും 9:30 ശേഷം, മഗ്രിബിന് ശേഷം, അസറിന് ശേഷം, അതൊരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഫലത്തിൻ്റെത്. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കുന്ന ചില മൂല്യങ്ങൾ, അത് എവിടെ എത്തിയാലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കും. അതുകൊണ്ടാണ് പോപ്പ് ഗായകൻ മുസ്ലിമായി പ്ലെയിനിൽ കയറിയപ്പോൾ പറഞ്ഞു, താടി പഠിക്കണം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ താടി പഠിക്കില്ല, നിങ്ങളോടൊത്ത് ചെയ്യാൻ ഞാൻ എൻ്റെ സുന്നത്തിനെ പഠിക്കില്ല എന്ന് പറഞ്ഞു യൂസുഫ് അലി ഇസ്ലാം. അതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങളാണ്. അള്ളാഹുവിനാക്കി തരട്ടെ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. 3 ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3ാമത്തെ ഗുണം തവക്കുലാക്കുക. ജയിൽവാസി എല്ലാ തവക്കുലാണ്. രാവിലെയും വൈകുന്നേരവും ജയിലിൽ പ്രഭാതമായാൽ ആ സമയത്തിന്റെ ഭക്ഷണം എനിക്ക് കൃത്യമായിട്ട് വരുമെന്ന് അറിയാം. അങ്ങനെ തവക്കുലാകുന്ന ആൾക്കാണത്. അതുകൊണ്ട് എല്ലാ പടച്ചറപ്പിലെ തവക്കുലാക്കുക. സ്വന്തം 2 മക്കളെ നഷ്ടപ്പെട്ടു പോയപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം കൺമണികളായ മക്കളെ നഷ്ടപ്പെട്ടു പോയപ്പോ യാക്കൂബ് നബി പറഞ്ഞത് എന്തെന്നറിയോ, ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്, ഇന്നമാ അശ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്. എന്റെ എല്ലാ ദുഃഖങ്ങളും എന്റെ പടച്ചറപ്പിന്റെ മുമ്പിൽ ഞാൻ ഏൽപ്പിക്കുകയാണ്. എന്റെ മക്കളെ നഷ്ടപ്പെടുത്തിയത് അവനല്ലോ, അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് എല്ലാ ദുഃഖങ്ങളും വരുമ്പോ, സഹോദരങ്ങളെ, സർവ്വ ദുഃഖങ്ങളും വരുമ്പോ, ഈ ദുനിയാവിലെ പ്രയാസം വരുമ്പോ, ഇന്ന് സെൻട്രൽ ജുമാ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ 3 ചെറുപ്പക്കാർ ഒരേ സമയത്തിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം. 1 മാസമായി RCCയിലാണ്. ഞാൻ ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞത് 15 വയസ്സുള്ള മോള്, മറ്റേ ആളിന് 3 വയസ്സുള്ള മോള്, മറ്റൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു 3 വയസ്സുള്ള പൊന്നുമോൾ 1 മാസമായി ക്യാൻസർ പിടിച്ചിട്ട് RCCയിലാണ്. ദുആ ചെയ്യണേ ഉസ്താദേ. 3 ചെറുപ്പക്കാർ ഒരേ സമയത്ത് 15 വയസ്സുള്ള പൊന്നുമോൾക്ക് ക്യാൻസറാണ്, 3 വയസ്സുള്ള പൊന്നുമോന് ക്യാൻസറാണ്. ഈ ദുനിയാവ് പരീക്ഷണങ്ങളുടേതാണ്, ഈ ദുനിയാവ്
കട്ടപ്പാടുകളുടേതാണ്. ആ സമയത്തെല്ലാം പടച്ചറപ്പിന് തവക്കലാക്കി അള്ളാഹുവിനോട് പറയണം, അല്ലാഹുവേ ഇന്നമാഷ്കൂബത്തി വഹുസ്നി ഇലല്ലാഹ്. എന്റെ സർവ്വദുഃഖവും എന്റെ സർവ്വപ്രയാസവും എന്റെ ആകുലതകളും എന്റെ പട്ടിണിയും എന്റെ കടബാധ്യതകളും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാഹ്. നീ എന്നെ കാണുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. നീ എന്നെ കാണുന്നുണ്ട് റബ്ബേ എന്ന ബോധത്തോട് ഈ ദുനിയാവിൽ എന്ത് പ്രയാസമുണ്ടായാലും അത് മുഴുവനും തടവ് പുള്ളിയെപ്പോലെ തവക്കുലോടെ പടച്ചറപ്പിന്റെ മുമ്പിൽ എത്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്ത് വന്നാലും ഏത് പ്രയാസം വന്നാലും എന്ത് ചെയ്യണം? ആളുകൾ എതിരായേക്കാം, തവക്കുലാക്കുക. ആളുകൾ എതിരായേക്കാം. എന്തിന്റെ പേരിൽ? സത്യം പറഞ്ഞതിന്റെ പേരിൽ. ആരോട് പറയണം? സത്യം പറഞ്ഞതിന്റെ പേരിൽ ആളുകളെതിരായി. കേൾക്കാൻ വരുന്നവരുടെ മുമ്പ്, നിന്നെ കാണാൻ വരുന്നവരുടെ മുമ്പ്, നിന്നെ സ്നേഹിക്കുന്നവരുടെ മുമ്പ് അവരവരുടെ തൊട്ടിക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്താൽ എന്റെ മുമ്പിൽ വന്നാൽ നീ ഒന്നും തേടണ്ട. നീ ജനങ്ങൾക്ക് വേണ്ടി വഴി പറഞ്ഞവനാണ്, അവരെ സുഖിപ്പിക്കാൻ പറഞ്ഞവനാണ്. അതുകൊണ്ട് നിനക്ക് എന്റെ മുമ്പിൽ ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് പ്രയാസം വന്നാലും മലത്തിൽ കിടത്തിയിട്ട്, മരുഭൂമിയിൽ മലത്തിൽ കിടത്തിയിട്ട് ആ രണ്ട് കാലിന് ചങ്ങല കെട്ടിട്ടുകൊണ്ട് ബന്ധിച്ചിട്ട് നെഞ്ചിലേക്ക് കരിങ്കല്ലെടുത്ത് വെച്ചിട്ട് കഴുത്തിലേക്ക് കത്തിവെച്ചപ്പോ പറഞ്ഞില്ലേ, നിങ്ങൾ എന്റെ മുമ്പിലേക്ക് എന്ത് വെച്ചാൽ അഴുക്കമേ പത്തര സീനേ പതല്ല തകർന്നേ എന്റെ നെഞ്ചില് എന്റെ കഴുത്തിലേക്ക് നിങ്ങൾ ചങ്ങല കെട്ടിട്ട് ബന്ധിച്ചു കൊള്ളുക. എന്റെ നെഞ്ചിലേക്ക് നിങ്ങൾ കരിങ്കല്ലെടുത്ത് വെച്ചു കൊള്ളുക. എന്റെ കഴുത്തിൽ നിങ്ങൾ കത്തിവെച്ചിട്ട് പടച്ചറപ്പിൽ നിന്ന് മാറാൻ എന്നോട് പറഞ്ഞാൽ എന്റെ ഹൃദയത്തിൽ നിന്ന് പടച്ചറപ്പിന്റെ ചിന്ത എടുത്ത് മാറ്റാൻ എന്റെ കഴുത്ത് മുറിക്കാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ. എന്റെ കാല് വെട്ടാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ. ചങ്ങലയിട്ടിട്ട് ഒരുക്കാനേ നിങ്ങൾക്ക് കഴിയുള്ളൂ. എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് റബ്ബിനെ മാറ്റിക്കളയാൻ എന്റെ നാവിൽ നിന്ന് അല്ലാഹുവിനെ വിക്രമമായി നിങ്ങൾക്ക് ഇടയില്ലെന്ന് മല നീളന്ന് തുമയത്തുവിനെ ഹലബിനോട് പറഞ്ഞില്ലേ? കൽഖവനായ ബിലാൽ. ബിലാൽ പറഞ്ഞു ഉമയ്യത്തിനോട്, എന്റെ നെഞ്ചിൽ കല്ല് വെക്കാനല്ലേ നിനക്ക് പറ്റൂ, എന്റെ കഴുത്ത് വെട്ടാനല്ലേ നിനക്ക് പറ്റൂ, ചാട്ടവാർന്ന് ചടിക്കാനല്ലേ പറ്റൂ. എന്റെ ഹൃദയത്തിലിരിക്കുന്ന എന്റെ നെഞ്ചിന്റെ മുകളിലെ കല്ലിരിക്കുകയുള്ളൂ. എന്റെ ഹൃദയത്തിൽ നെഞ്ചിന്റെ ഉള്ളിൽ ഹൃദയമുണ്ട്. അതിൽ നിന്ന് എന്റെ റബ്ബിനെ കളയാൻ ഉമയ്യത്തെ നിനക്ക് കഴിയില്ല. ഏത് പച്ച പരിഷ്കാരി വന്നാലും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പടച്ചറപ്പിന്റെ കളയരുത്. മുത്തവക്കലൻ മുത്തജദ്ദിദൻ ഫീ റിസ്ഖിക തിക്കതംബി വഅദ റബ്ബി അക്രമ മുഫ്ദിലാ. പടച്ചറപ്പിനെ തവക്കുലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സംഘാടകരായ ചെറുപ്പക്കാരോട് എല്ലാം അല്ലാഹുവിൽ തവക്കുലാക്കണം. നാലാമത്തെ ഗുണം നിർത്തുക. ഇത് മനസ്സിലുണ്ടാവണം. തടവുകളിൽ അബ്ദുനിയാസിജിന്റെ മുമ്പിൽ ഹദീസിന്റെ അർത്ഥം പറയുക. നാലാമത്തെ ഗുണം അർജാഉ, ഒരു പ്രതീക്ഷ ഉണ്ടാവും. ഉണ്ടോ? ജയിലിൽ കിടക്കുന്ന തടവുകളിലേക്ക് ഒരു പ്രതീക്ഷയുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ ഈ അടിയുടെ കൂടി തുറക്കും, ഞാൻ മോചിതനാവും, ഞാൻ മോചിതനാവും. എന്നെങ്കിലും തടവുകളിയുടെ ഗുണം, നാലാമത്തെ ഗുണം പ്രതീക്ഷയാണ്. റജാ എന്താണ്? എന്നെങ്കിലും എന്റെ ശിക്ഷയുടെ കാലാവധി അവസാനിക്കും, ജയിലിന്റെ കവാടം തുറക്കും, ഞാൻ എന്നെങ്കിലും വെളിയിലാവും. നമുക്കും ഒരു റജാവുണ്ട്. എന്താ? നമ്മുടെ ജയിലിന്റെ കവാടവും, നമ്മുടെ ഈ ദുനിയാവെന്ന ജയിലിന്റെ കവാടവും തുറക്കും. തുറന്നു കഴിഞ്ഞാൽ നെഞ്ചിൻ കൂടിന്റെ ഉള്ളിൽ നിന്ന് ആത്മാവ് പുറത്തു വരും. ഈ നെഞ്ചിൻ കൂടിന്റെ
ഉള്ളിൽ നിന്ന് എന്റെ ആത്മാവ് വെളിയിലേക്ക് വരും. എന്റെ ശരീരം കൊണ്ടുപോയി 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കും. പെരുങ്കല്ല് മുകളിൽ വെച്ചു തൊട്ട് ഓടിയിട്ട് മണ്ണുമീട്ട് സ്ഥലവും വീട്ട് എല്ലാവരും പിടിമണ്ണ് മാറിയിട്ടിട്ട് എല്ലാവരും എന്റെ നാട്ടിൽ നിന്ന് പോകും. ഞാനാണെങ്കിലോ ഇലാ റഹ്മത്തില്ല പടച്ചറപ്പിന്റെ മുമ്പിൽ എന്നെ ഹാജരാക്കപ്പെടും. അല്ലാഹു പറയും, യാ ഇബാദി, എന്റെ അടിമകളെ, നിഴലിനെ പ്രണയിക്കാത്തവര് എന്റെ അടുക്കലോട്ട് കടന്നു കൊള്ളുക. ഇനിയാണ് നിങ്ങൾക്ക് തേടിയാൽ നീങ്ങിപ്പോകാത്ത നിഴലുള്ളത്. അല്ലാഹു നമ്മൾ അവിടെ എത്തിക്കട്ടെ. നമ്മൾ ഇവിടെ നിന്ന് പോകും, 6 മണിയിൽ കിടക്കും. അവിടെ നിന്ന് എഴുന്നേറ്റ് ആരും നിന്നെ രക്ഷിക്കുകയില്ല. രക്ഷിക്കുമെന്ന് കരുതിയിട്ട് നിലവിളക്ക് കത്തിച്ച് ആ നിലവിളക്കിൽ തന്നെ രക്ഷിക്കാൻ സഹസ്രനാമം ചൊല്ലി അവസാനം 1000 നാമം ചൊല്ലിയിട്ട് 1000 നാമം ചൊല്ലുന്നതിന്റെ അന്ന് ആ നിലവിളക്ക് പിടിച്ച വെളിച്ചെണ്ണയിൽ നിന്ന് തീ പിടിച്ചിട്ടാണ് സിനിമാ നടി സുകുമാരി മരിച്ചുപോയത്. സഹോദരങ്ങളെ, കേൾക്കേണ്ടത് ആ സമയത്ത് നിലവിളക്കിന്റെ വെളിച്ചമല്ല, കാതിൽ വന്ന് പറയണം, യാ അയ്യത്തുഹൽ നഫ്സുൽ മുത്മഇന്ന, നന്നായിട്ട് ജീവിച്ച മനുഷ്യ, ആഖിറത്തെ പ്രേമിച്ചവനെ, വാ എന്റെ മുമ്പിലേക്ക് വാ. ഇനി നിനക്ക് നീങ്ങിപ്പോകാത്ത നിഴലുണ്ട്. എന്ത് നിഴല്? നീങ്ങിപ്പോകാത്ത നിഴൽ. അതെവിടെയാണ്? നിർത്തൻ. നീങ്ങിപ്പോകുന്ന നിഴൽ. ഹബീബായ നബി പറഞ്ഞു, ഞാനും ദുനിയാവും നല്ല വെയിലുള്ള സമയത്ത് വന്ന് മരത്തിന്റെ തണലിൽ നിന്ന് ഇതസ്തഫാഇല്ലു, ആ മരത്തിന്റെ തണൽ മാറിപ്പോയാൽ എഴുന്നേറ്റ് പോകുന്ന യാത്രക്കാരനെ പോലെയാ. എന്റെ പൊന്നുമോനെ, ആഖിറത്തിലൊരു വൃക്ഷമുണ്ട്, അതിന് തണലുണ്ട്, ആ തണല് നീങ്ങില്ല. നാളെ സ്വർഗത്തിലൊരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിന്റെ പേര് തൂബ എന്നാണ്. അതിന്റെ ഇല വെള്ളി കൊണ്ടുണ്ടാക്കിയതാണ്. അതിന്റെ കായ്കനികൾ സ്വന്തമാണ്. അതിന്റെ വടി ദൂരം ഒരറ്റത്ത് നിന്ന് 500 വർഷം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാൽ അതിന്റെ മറ്റേ അറ്റത്തിൽ നിന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആഖിറത്തിലൊരു മരമുണ്ട്, അതിന്റെ പേര് തൂബ എന്നാണ്. അതിന്റെ ഇല വെള്ളിയാണ്, അതിന്റെ കായ്കനികൾ സ്വർണ്ണമാണ്. അതിന്റെ തണലിലേക്ക് സഞ്ചരിക്കാൻ ഒരറ്റത്ത് നിന്ന് 500 വർഷം കുതിരപ്പുറത്ത് സഞ്ചരിച്ചാലും മറ്റേ അറ്റത്തെത്തുകയില്ല. അള്ളാഹുവിന്റെ ചുവട്ടിൽ നമ്മളെ ഇരുത്തട്ടെ. അള്ളാഹുവിന്റെ ചുവട്ടിൽ നമ്മളെ ഇരുത്തട്ടെ. അള്ളാഹുവിന്റെ ചുവട്ടിൽ നമ്മളെ ഇരുത്തട്ടെ. ഒരു നല്ല പ്രണയിക്കാൻ പറ്റിയൊരു പെണ്ണിനെ കൂടെ പറഞ്ഞുതരാം. എന്റെ പൊന്നു സഹോദരങ്ങളെ, അതിന്റെ ആഖിറത്തിലെ സർവ്വവൃക്ഷങ്ങളും പൊക്കം കുറഞ്ഞില്ല. സ്വർഗത്തിലെ വൃക്ഷത്തിന് പൊക്കമില്ല. കാരണം എന്താ? നടന്നു പോകുന്ന വഴിക്ക് പഴം പഠിക്കാൻ പാകത്തിലാണ് സ്വർഗത്തിലെ വൃക്ഷങ്ങൾ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇരുന്നുകൊണ്ട് സ്വർണ്ണക്കട്ടിൽ ഇരുന്നുകൊണ്ട് പഴം പറിക്കാം. അതുകൊണ്ട് പൊക്കമില്ല, അതുകൊണ്ട് തണലും കൂടുതലായിരിക്കും. അള്ളാഹു നീങ്ങാത്ത ആ നിഴലിൽ അള്ളാഹു നമ്മളെ എത്തിത്തരട്ടെ. അള്ളാഹു നമ്മളെ എത്തിത്തരട്ടെ. കിളയ്ക്കണ്ട പൂട്ടണ്ട അവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ആ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് കൈയൊന്ന് പൊന്തിച്ചാൽ സ്വർഗത്തിലെ പഴം വരും. ഒരു പഴം കഴിച്ചു, അടുത്ത പഴം അവിടെ മുളയ്ക്കും. ആദ്യം കഴിച്ച പഴത്തിന്റെ രുചിയല്ല മറ്റേ പഴത്തിന്. ഇപ്പൊ ഇവിടെ ഒരു മാവുണ്ടായി, ഒരു മാമ്പഴം പറിച്ചു നിന്നു, അവിടെ അടുത്ത മുളയ്ക്കും. ആ മാമ്പഴത്തിന് ഈ മാമ്പഴത്തിന് രുചി വ്യത്യാസമുണ്ടോ? ഇല്ല. സ്വർഗവാസി ഒരു പഴം കഴിച്ചാൽ അപ്പൊ തന്നെ അടുത്ത ഒരു പഴം അവിടെ മുളയ്ക്കുന്നതാണ്. പക്ഷെ മുളയ്ക്കുന്ന പഴത്തിന് തിന്ന പഴത്തിന്റെ രുചിയല്ല. മുഖ്തലിഫൻ ഉക്ലുഹാ, മുഖ്തലിഫൻ ഉക്ലുഹാ. ഓരോ മാമ്പഴത്തിനും ഓരോ രുചിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അങ്ങനെ ആ വൃക്ഷത്തിന്റെ ചുവട്ടില് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഒരു സുന്ദരി പെണ്ണ് നടന്നു വരിക. ആ പെണ്ണിന്റെ പേര് ഇസ്മുഹാ ലായിബ. ആ പെണ്ണിന്റെ പേര് ലായിബ എന്നാണ് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളിങ്ങനെ സ്വർഗത്തിന്റെ വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോഴാണ് സ്വർഗത്തിലൊരു സുന്ദരി പെണ്ണ്, അടിപൊളി ഒരു പെണ്ണ് വന്നു മുമ്പിൽ കൂടെ. സ്വർഗവാസികൾ ഇങ്ങനെ ഇരിക്കുക, അവരുടെ കൂടെ അവരുടെ ഹൂറിമാരുണ്ട്. അപ്പൊ ഒരു പെണ്ണ് വരും, ഇസ്മുഹ. പെണ്ണിന്റെ പേര് അതേതായാലും ഓർമ്മ. പെണ്ണിന്റെ പേര് ലായിബ. 2 പെണ്ണിന്റെ പേരാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇസ്മുഹ ഐന. ഐന എന്ന് പറയുന്നത് ഹൂറി പെണ്ണിന്റെ പേര് പറയുന്നുണ്ട്.
രണ്ടാമത്തെ ലായിബ, ആ പെണ്ണൊന്ന് ചിരിച്ചാൽ ആ പെണ്ണിന്റെ മുൻപല്ലിന്റെ പ്രകാശം 400 മൈൽ അപ്പുറം കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 400 മൈൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സുമാർ 600 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഭീമാപ്പള്ളിയിൽ നിന്ന് കണ്ണൂർ വരെ 600 കിലോമീറ്റർ. അപ്പൊ ആ പെണ്ണ് കണ്ണൂരിൽ നിന്നിട്ട് ചിരിച്ചാൽ ഭീമാപ്പള്ളി നിന്നാ കാണാം. എന്തായിരിക്കും പെണ്ണ്? അള്ളാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. ആ പെണ്ണ് സ്വർഗവാസികളുടെ മുമ്പിലൂടെ നടന്നിട്ട് തോന്നിക്കും, എന്റെ പുതിയ പ്രേമയുടെ ഹൂരണീയങ്ങളായ പെണ്ണുങ്ങളുമായി തന്നിച്ചിരിക്കുന്ന സ്വർഗവാസികൾ പറയും, നിന്റെ പുതുമണമാണ് ഞാനാണ് എന്റെ കിടപ്പറയിലേക്ക് വരിക എന്ന് വിളിക്കുമ്പോ ആ പെണ്ണിങ്ങനെ നടന്നു പോകും. അവസാനം ചോദിക്കും, പെണ്ണെ നിന്റെ പുതുമണവാളനാരാ? ആ സമയത്ത് ലായിബ എന്ന പെണ്ണ് തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കും, അത്രേ സഹോദരങ്ങളെ, നന്മയ്ക്ക് വേണ്ടി കൽപ്പിച്ചവരുടെ തിന്മേ തടുത്തവരുടെ അള്ളാന്റെ വിധിവിലക്കുകൾ അനുസരിച്ചു ഈ ഭൂമിയിൽ ജീവിച്ചവരുടെ ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് ജീവിക്കണം. പടച്ചറപ്പിന്റെ ഇത് നിഴലാണ്. ഈ നിഴലിപ്പ് നീങ്ങിപ്പോയാലും ആ സമയത്ത് പടച്ചറപ്പിന്റെ വിധിവിലക്ക് അംഗീകരിച്ച് ജീവിക്കണം. സ്വന്തം ശിഷ്യന്മാരുടെ കൂടെ കാലയാത്ര ചെയ്യുമ്പോ ഖുർആൻ ഓതിയപ്പോൾ ആയത്ത് തെറ്റിപ്പോയി. പിന്നീട് ഇരുന്ന് കരയാൻ തുടങ്ങി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹുവേ, ഞാൻ ഒരായത്തറിയാതെ തെറ്റിപ്പോയല്ലോ അല്ലാഹ്. കരച്ചിലങ്ങട് തുടങ്ങിയിട്ട് പിന്നീട് ഉസ്താദ് പറഞ്ഞ ഒരേ ഒരു വാക്ക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വീട്ടിൽ പോയി കാറ് നിർത്തി കരഞ്ഞുകൊണ്ട് ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അന്ന് രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് പാതിരാത്രിയിൽ പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ്. അവരാരും നിലനിർത്തപ്പെട്ടവരല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറയാണ് പട്ടിക്കാട് ജാമിഅ നൂരിയ. ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ വാക്ക് പ്രസിഡന്റ് ആകുമ്പോഴും നിഴലിനെ പ്രണയിക്കുന്നവർ മുഴുവൻ ചുറ്റുകൂടി എന്ത് കയ്യിൽ വെച്ച് കൊടുക്കാനുള്ളപ്പോഴും പെരിന്തൽമണ്ണയിൽ നിന്ന് പ്രൈവറ്റ് ബസ് വന്നപ്പോൾ കൈ കാണിച്ച് അവിടെ നിന്ന് ജാമിഅ നൂരിയയിൽ പോയി ദറസെടുത്ത മഹാനായ മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാളമ്പാടി ഉസ്താദ്. മഹാനവറുകൾ മരിച്ച ദിവസം കൂടിയാണ്, മഹാനവറുടെ ആണ്ടുകൂടിയാണ്. അള്ളാഹ് അതിനുവേണ്ടിയാണ് ഈ സദസ്സ് കൂടി സംഘടിപ്പിക്കപ്പെട്ടത്. അള്ളാഹുവിനെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിനെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിനെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ദുനിയാവിനോടുള്ള സ്നേഹം മുഴുവനെ നഷ്ടപ്പെടുത്തി, പിശാചിനുള്ള സ്നേഹം നഷ്ടപ്പെടുത്തി നിഴലിനെ പ്രണയിക്കാൻ, ആഖിറത്തെ പ്രണയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഒരൊറ്റ കാര്യം കൂടി പോകുന്നതിന് മുമ്പ് ഒരൊറ്റ മൂലി പറഞ്ഞു തരാം. ദുനിയാവിനെ മനസ്സിൽ നിന്ന് കളയണം, അത് ആദ്യം ചെയ്യണം. പിശാചിനെ കളയണം. പിശാചിനെ കളയണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് പതിവായി ഓതുന്ന ആളുകൾ അവനെ പിശാച് സ്വാധീനിക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനേറെ അയാൾക്ക് സിഹ്ർ പോലും ബാധിക്കില്ലെന്ന്. ആർക്ക്? പ്രിയപ്പെട്ട സഹോദരിമാരെ, മഗ്രിബിന്റെ സമയമായാൽ മക്കളെ വിളിച്ചിട്ട് തലയിൽ കൈവച്ചിട്ട് കൊടുത്തിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നമ്മളെ മക്കളെ പിശാച് പിടിക്കൂല, അവര് ദുനിയാവിന് അങ്ങനെ പോവുകയുമില്ല. അതുകൊണ്ട് മഗ്രിബ് കഴിഞ്ഞാൽ മക്കളെ വിളിച്ചടുത്ത് വെച്ചിട്ട് ഉമ്മ അവരെ തലയിൽ പിടിച്ചിട്ട് കൊടുക്കണം. ആ മക്കള് നന്നാവും. ഇനി ഉമ്മാക്ക് നന്നാവണമെങ്കിൽ മക്കളോട് തിരിച്ച ഉമ്മയുടെ തലയെ കൈ വെച്ച് തൊഴാൻ പറ്റും. അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. ഇനി കട്ടൻ ചായ കൊടുക്കുകയും അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദുനിയാവിനെ പ്രണയിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉണ്ടാക്കി നൽകുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് ഒരു വലിയ മുബാറക്കായ സദസ്സാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ 18 ദിവസം മുമ്പ് പെരിന്തൽമണ്ണയിലെ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ തേലക്കാട് ബസ് അപകടം നടന്നു. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ആ ബസ് അപകടത്തിൽ 15 ആളുകളാണ് മരിച്ചത്. തേലക്കാട് ഞാനവിടെ പദപ്രഭാഷണം നടത്തിയ സ്ഥലമാണ്. ഖുർആൻ സ്തുതിച്ച അടിമ എന്ന ഇപ്പം ഇറങ്ങിയ കാസറ്റ് ഞാൻ അവിടെ പ്രസംഗിച്ചത്, ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള പ്രഭാഷണം. കഴിഞ്ഞ ആഴ്ച ആ മരിച്ചുപോയ 10 പെൺകുട്ടികൾ, 16, 17, 15 വയസ്സുള്ള കുട്ടികൾ, വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ് 1:30 മണിക്കാണ് അപകടം നടന്നത്. ഞാൻ സന്നൽ ജുമാ മസ്ജിദിൽ നിന്ന് ജുമ കഴിഞ്ഞ് റൂമിൽ വരുമ്പോൾ തേലക്കാടിലെ എൻ്റെ ഇതേപോലെ വാത് കേൾക്കാൻ വരുന്ന ധാരാളം സുഹൃത്തുക്കൾ, ഉസ്താദെ വാഹനാപകടം നടന്നു, ദൃശ്യം ഭീകരമാണ്, ദുആ ചെയ്തു. 18 ദിവസം കഴിഞ്ഞ് എനിക്ക് പോകാൻ സമയം കിട്ടിയില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പോകുമ്പോൾ അവിടുത്തെ പള്ളിയുടെ ഖബർസ്ഥാനിൽ 10 പെൺകുട്ടികളെ, 15, 16, 17 വയസ്സുള്ള 10 പെൺകുട്ടികൾ, മുബശ്ശിറ, തസ്ബീഹ, നാദിയ, ഫാത്തിമ, 10 ഖബറുകൾ നിരന്ന് കിടക്കി. ആ മണ്ണിൻ്റെ ഉള്ളിൽ അല്ലാഹുവേ കരയാത്തവരാരുമില്ല. ഞാൻ അവിടെ വെച്ച് ദുആ ചെയ്തു. എൻ്റെ ആരുമല്ല, എൻ്റെ സഹോദരിമാരല്ല. പക്ഷേ ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ അവരെന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടില്ല. എൻ്റെ വാത് കേൾക്കാനെത്തിയ 10 പേരാണ് 17 വയസ്സുള്ളവർ. അവിടെ 15 മരണ വീടുകളിൽ ഞാൻ കയറി ഇറങ്ങി. 2 ഹിന്ദുക്കൾ, 13 മുസ്ലിമീങ്ങൾ, എല്ലാവരുടെയും വീടുകൾ, ആ ഹിന്ദു സഹോദരങ്ങളുടെ വീടുകളടക്കം ഞാൻ പോയി. 13 വീടുകളിലും പോകുമ്പോൾ മക്കൾ നഷ്ടപ്പെട്ട വാപ്പയും ഉമ്മയും, 4 പെൺകുട്ടികൾ കളിക്കൂട്ടുകാരികളാണ്. സ്കൂളിലോട്ട് പോകുന്നതൊന്നിച്ച്, വരുന്നതൊന്നിച്ച്, ഭക്ഷണം കഴിക്കുന്നതൊന്നിച്ച്, പഠിക്കുന്നതൊന്നിച്ച്, മരിച്ചതും ഒന്നിച്ച്, ഖബറടക്കിയതും ഒന്നിച്ച്. ആ 4 പെൺകുട്ടികൾ 1:30 മണിയായതുകൊണ്ട് ജുമയുടെ സമയം പുരുഷന്മാരാരും വണ്ടിയിലില്ല. പെരിന്തൽമണ്ണ ട്യൂട്ടോറിയൽ കോളേജിൽ നിന്ന് പരീക്ഷയും കഴിഞ്ഞ് എഴുതിയ ആ വിദ്യാർത്ഥികൾ ഡ്രൈവറിന്റെ സ്പീഡ് തെറ്റിയപ്പോൾ ഓവർ സ്പീഡിൽ പാഞ്ഞു. പെൺകുട്ടികൾ ചോദിച്ചു, എന്തിനാ ഇത്ര സ്പീഡ്? വണ്ടി 4 മിനിറ്റ് ലേറ്റായി. ആ 4 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെറുപ്പക്കാരൻ ഓടിയ തേരോട്ടം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാഹനം പോയി ഒരു വലിയ മാവിലേക്ക് ഇടിച്ച് വാഹനം ചിതറിത്തെറിച്ച് അവിടെ പോയി കാണുമ്പോൾ രക്ഷാപ്രവർത്തകരനോട് നേരിട്ട് പറഞ്ഞത്, നിലവിളിക്കുന്ന എൻ്റെ പെൺകുട്ടികൾ, 15, 16, 17 വയസ്സുള്ള കുട്ടികൾ, ഞങ്ങളെ രക്ഷിക്കണമെന്ന് നിലവിളിക്കുന്നുണ്ട്. കയ്യിൽ പിടിച്ചാൽ അനങ്ങാൻ കഴിയുന്ന അരക്കി പോട്ട് ബസിന്റെ ലോകത്തകടിലേക്ക് ഞെരിഞ്ഞിറങ്ങി തൊട്ടടുത്തുള്ള ഒരു JCB വിളിച്ചുകൊണ്ട് വന്ന് ലോകത്തകടി മുഴുവനും പൊട്ടിച്ചെടുത്ത് നിലവിളിച്ച പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചപ്പോ കൈ പിടിതു മാറി വന്നു. കാലിൽ പിടിച്ചു വലിച്ചപ്പോ കാല് പിടിതു വന്നു. ഒരാൾ റാഫി എന്ന് പറയുന്ന ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഉസ്താദേ, നിലവിളിച്ച ഒരു പെൺകുട്ടി അവൾ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോ 2 കയ്യിൽ പിടിച്ചു വന്നപ്പോ പുഷ്പം പോലെ പറഞ്ഞു വന്നു. നോക്കിയപ്പോഴാണ് അരക്കി പോട്ടൊരു ഭാഗം പോലെ ശരീരത്തിന്റെ അടിയില്ല. ലോറിയുടെ ബസിന്റെ ലോകത്തകടിൽപ്പെട്ട് ബ്ലേഡ് കൊണ്ട് മുറിക്കുന്ന ശരീരം 2ആയി മുറിച്ച് ഒരു പകുതി പിടിച്ചു കയറി വന്ന ഒരാൾ കയ്യിൽ പിടിക്കുമ്പോൾ ബസിന്റെ അവശിഷ്ടത്തിൽ കുടുങ്ങിയ മറ്റാളുകളെ പറയുന്നു, കാലിൽ പിടിച്ചിട്ട് എന്നെ ഒന്ന് രക്ഷിക്ക്, എന്നെ ഒന്ന് രക്ഷിക്ക്, എന്നെ ഒന്ന് രക്ഷിക്ക്. അതിൽ തസ്ബീഹ എന്ന് പറയുന്ന പെണ്ണ് മരിച്ചത് 1:30 മണിക്കാണ്. 2 മണിക്ക് അവളെ കാണാൻ വീട്ടിൽ പുതിയ ആപ്പിള വരികയാണ്. 1:30 മണിക്കാണ് തസ്ബീഹ ഇവിടെ പറയുന്നത്. പാലൽ കോളേജ് വിട്ടു വരുമ്പോ അവളുടെ മനസ്സിൽ നിന്ന് പെണ്ണ് കാണാൻ വേണ്ടി വരുന്ന പുതിയാപ്ലയുടെ മുഖമാണ് കാണാത്ത മുഖം. 1:30 മണിക്ക് അവൾ മരിച്ചു. 2 മണിക്ക് അവളെ കാണാൻ പുതിയാപ്ല വീട്ടിലെത്തി. പുതിയാപ്ലയുടെ വാഹനം വന്നപ്പോ ആൾക്കൂട്ടമാണ് കാണുക. കാണാൻ വന്ന പുതിയാപ്ല കണ്ടാൽ തിരിച്ചറിയാത്ത കാണാൻ വന്ന പുതിയ പെണ്ണിന്റെ മുഖമാണ്. അതിൽ മുബശ്ശിറ, കല്യാണം ഉറപ്പിച്ചവളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഴുവൻ ഖബർ സിയാറത്ത് ചെയ്ത് ഞാൻ ആ വാഹനം അപകടം നടന്ന സ്ഥലത്തെത്തി. ഒരു വലിയ മാവില്ല മരം. ഉടനെ ആളുകൾ പറഞ്ഞു, ആ മരത്തിൽ ഉറുമ്പുകൾ അരിക്കുന്നത് കണ്ടോ? ഞാൻ ചോദിച്ചു, എന്താണത്? വാഹനം ഓടിച്ചത് 21 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അവനെന്ന് രാവിലെ അവന്റെ ഷിഫ്റ്റിൽ ആ കൂട്ടുകാരനെ വിളിച്ചു, അവൻ എനിക്ക് പനിയാ, നീ ഇന്നും കൂടെ പോകും. അവൻ പോയി മരണത്തിലേക്ക്. ഓടിച്ച വാഹനം നേരെ ഡ്രൈവർ ഇരുന്ന ഭാഗമാണ്, മരത്തിൽ പോയി ഇടിക്കുക. അവിടെ ഉറുമ്പുകൾ അരിച്ചു നടക്കുന്നു. ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഉസ്താദേ, അതാ മരിച്ച ഡ്രൈവറിന്റെ തല പോയി മരത്തിലിടിച്ചപ്പോ അവന്റെ തലച്ചോറ് മാവിൽ പറ്റി പിടിച്ചിരിക്കും. അപകടം നടന്നിട്ട് 18 ദിവസം കഴിഞ്ഞു. 21 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ തലച്ചോറ് മാവിലിപ്പോഴും പറ്റിപ്പിടിച്ച് അതിൽ ഉറുമ്പുകൾ പറ്റിപ്പിടിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 മിനിറ്റ് ബസ് ഒന്ന് ലേറ്റായപ്പോ
അത് 4 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്ത ഓട്ടം 15 പേരുടെ ഊഹിലാണ് കലാശിച്ചത്. ഇതാണ് ജീവിതം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അൽഹംദുലില്ലാഹ് ഈ സദസ്സ് ഇവിടെ അവസാനിക്കുകയാണ്.